السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على سيدنا محمد وعلى آله وصحبه وجنوده وصائر مشائخنا في سلاسلتنا كلها وصائر أمهات المؤمنين وسيدتنا نفيسة المصرية رضي الله عنها وجميع المؤمنين والمؤمنات. ബഹുമാനമുള്ള മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും ഖൈറും ലുത്ഫും ആഫിയത്തും ഇസ്തിഖാമത്തും സആദത്തുദ്ദാറൈനും നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമദാൻ ശരീഫ് 29-ാം ദിനം മഹാന്മാരായ ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, മുത്തഖീങ്ങളെല്ലാം പൊട്ടിപ്പൊട്ടി കരയുന്ന സമയമാണ്. പരിശുദ്ധ റമദാൻ ശരീഫിൻ്റെ അവസാന സമയം. ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളുടെ ഒരു ഷിആറ്, അടയാളം കൂടിയാണത്. ലത്വായിഫുൽ മആരിഫ് 387-ാമത്തെ പേജിൽ പറഞ്ഞതുപോലെ, കൈഫ ലാ യജ്രി ലിൽ മുഅ്മിനി അലാ ഫിറാഖിഹി ദുമൂഉൻ വഹുവ ലാ യദ്രി ഹൽ ബഖാ ലഹു ഫി ഉംരിഹി റുജൂഉൻ. മുഅ്മിനായ മനുഷ്യനിക്ക് എങ്ങനെ റമദാൻ ശരീഫ് വിട പറയുമ്പോൾ കണ്ണീര് വരാതിരിക്കുക? കാരണം തിരിച്ച് ഈ റമദാൻ അവനക്ക് തിരിച്ച് കിട്ടുമോ, അവൻ അവശേഷിക്കുമോ എന്ന് ആർക്കും അറിയില്ലല്ലോ എന്ന നിലക്ക് ദുഃഖിച്ചിരുന്ന ഒരു സമയമാണ് പരിശുദ്ധമായിരിക്കുന്ന റമദാൻ്റെ അവസാന സമയം. അതോടുകൂടെ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ മഹദി അവരുകളെ അനുസ്മരിക്കുന്ന പുണ്യ ദിനം കൂടിയാണ്. പ്രത്യേകിച്ചും പരിശുദ്ധ റമദാൻ ശരീഫിൻ്റെ അവസാനത്തെ ദിനത്തിനും ഒരുപാട് മഹത്വങ്ങളുണ്ട്. 29-ാം രാവിന് ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷയുള്ള രാവുകളുടെ കൂട്ടത്തിൽ ഒരു പ്രത്യേകമായ രാവാണ് 29-ാമത്തെ രാവ്. അതോടുകൂടെ പരിശുദ്ധമായിരിക്കുന്ന റമദാൻ ശരീഫിൻ്റെ 1-ാമത്തെ ദിനത്തിൻ്റെ കണക്കനുസരിച്ച് ആ വർഷം ലൈലത്തുൽ ഖദ്ർ മനസ്സിലാക്കാൻ കഴിയുമെന്ന് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതും, കുട്ടിക്കാലം മുതൽ, അതായത് പ്രായപൂർത്തി എത്തിയ ഉടനെ മുതൽ ജീവിതത്തിൽ ഒരു പ്രാവശ്യം ഈ കണക്ക് പ്രകാരം ലൈലത്തുൽ ഖദ്ർ നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് അബുൽ ഹസൻ ബക്രി തങ്ങൾ റഹ്മത്തുള്ളാഹി അലൈഹി പോലത്തെ മഹാന്മാരൊക്കെ പറഞ്ഞത്. അപ്പം ഞായറാഴ്ച ദിവസം റമദാൻ 1 തുടങ്ങിയാൽ ആ വർഷം ലൈലത്തുൽ ഖദ്ർ 29-ാമത്തെ രാവായിരിക്കും എന്നൊക്കെ പറഞ്ഞത് ഹാഷിയത്തു ഷർവാനി അലാ തുഹ്ഫത്തുൽ മുഹ്താജ്. അതുപോലെ ദഖായിറുൽ ഇഖ്വാൻ ഫി മവാഇദ് ഷഹ്ർ റമദാൻ 47, അതുപോലെ ഷർഹു സ്വദർ ഫി സിർറി ലൈലത്തുൽ ഖദ്ർ ബി ദിക്രി ലൈലത്തുൽ ഖദ്ർ തുടങ്ങിയ ഗ്രന്ഥങ്ങളിൽ 77 തുടങ്ങിയ ഗ്രന്ഥങ്ങളിലൊക്കെ ധാരാളം നമുക്ക് കാണാൻ കഴിയും. ഏതായാലും റമദാൻ്റെ അവസാന ദിനം ആകുമ്പോൾ യഅ്തിഖു ഫി ആഖിർ റമദാൻ ബി അദദി മാ അഅ്തഖ ഫി അവ്വലി ഷഹരി. ഓരോ ദിവസവും പരിശുദ്ധ റമദാനിൽ ധാരാളം ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുമെന്ന് ധാരാളം ഹദീസുകളിൽ കാണാം. നോമ്പുതുറ സമയത്ത്, അതുപോലെ റമദാൻ്റെ എല്ലാ രാവുകളിലും ഒരുപാട് ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുമെന്ന് ഒരുപാട് ഹദീസുകളിൽ നമുക്ക് കാണാം. തംബീലുൽ ഗാഫിലൊക്കെ പറഞ്ഞതുപോലെ, എല്ലാ ദിവസവും നോമ്പ് തുറക്കുന്ന സമയത്ത് രാത്രിയിൽ ഇതാ 1,00,000 ആളുകളെ നരകത്തിൽ മോചിപ്പിക്കുമെന്നും, അതേ സ്ഥാനത്ത് വെള്ളിയാഴ്ച ദിവസം ഓരോ മണിക്കൂറിലുകൾ ലക്ഷക്കണക്കിന് ആളുകൾ നരകത്തിൽ മോചിപ്പിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് കാണാം. മാത്രമല്ല ഇമാം ബൈഹഖി റഹ്മത്തുള്ളാഹി അലൈഹി ശുഅബുൽ ഈമാൻ 3606-ാമത്തെ ഹദീസിൽ ഉദ്ധരിച്ചതുപോലെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ റമദാൻ ശരീഫിൻ്റെ എല്ലാ രാവുകളിലും നോമ്പ് തുറക്കുന്ന സമയത്ത് 60,000 ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുമെന്നും, അതേ സ്ഥാനത്ത് ബഹുമാനപ്പെട്ട മഹത്തുക്കളൊക്കെ രേഖപ്പെടുത്തിയ ദഖായിറുൽ ഖുർആൻ കാണാം. റമദാൻ ശരീഫിൻ്റെ അവസാന ദിനം, റമദാൻ്റെ തുടക്കത്തിൽ മുതൽ അവസാനം വരെ മോചിപ്പിച്ചിരുന്ന എണ്ണം അനുസരിച്ച് അല്ലാഹു തആല റമദാൻ ശരീഫിൻ്റെ അവസാനത്തിൽ അത്ര ആളുകളെ മോചിപ്പിക്കുമെന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ട് ഒരുപാട് ഹദീസുകൾ മഹാന്മാരൊക്കെ രേഖപ്പെടുത്തിയതായി കാണാം. ഇമാം ബൈഹഖി തങ്ങൾ പറയപ്പെട്ട ഹദീസിൽ 60,000 ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുമെന്ന് പറഞ്ഞ സ്ഥലത്ത് പെരുന്നാൾ ദിനമായാൽ മാസത്തിൽ മൊയ്വനം കണക്കനുസരിച്ച് അല്ലാഹു തആല നരകത്തിൽ നിന്ന് മോചിപ്പിക്കുമെന്ന് ഇമാം ബൈഹഖി റഹ്മത്തുള്ളാഹി അലൈഹി ശുഅബുൽ ഈമാൻ 3-ാം വാല്യം 304-ാമത്തെ പേജിൽ രേഖപ്പെടുത്തിയതായി കാണാം.
അതോടുകൂടെ പരിശുദ്ധ റമദാൻ ഷരീഫിൽ അവസാനത്തെ ദിനം കൂടിയാണ്. അതോടുകൂടെ റമദാൻ ഷരീഫിൽ വഫാത്താകുക എന്ന് പറഞ്ഞാൽ വലിയ മർത്തബയാണ്. അബൂ യഅല റളിയല്ലാഹു അൻഹു അവിടുത്തെ മുസ്നദ് അബൂ യഅലയിൽ 5-ാം വാല്യം 441-ാമത്തെ പേജിൽ ഉദ്ധരിച്ച ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ ഹജ്ജിൽ നിന്ന് പുറപ്പെട്ടു, ഹജ്ജിന് വേണ്ടി പുറപ്പെട്ടു, അങ്ങനെ മരണപ്പെട്ടു പോയി മധ്യത്തിൽ. എന്നാൽ ഖിയാമത്ത് നാൾ വരെ അവനിക്ക് ഹജ്ജിൻ്റെ കൂലി ലഭിക്കപ്പെടുമെന്ന. അതല്ലേ മഹാനായ ഷെയ്ഖുൽ മശായിഖ് സദുർ ശരിയ അല്ലാമ അംജദ് അലി ആദമി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകൾ അഹമ്മദാബാദിലെ അറിയപ്പെട്ട സ്ഥലം ഷാ ആലം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകളുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാന്നിധ്യവും മഹാനവറുകളുടെ ദർസിൻ്റെയും ആ സ്ഥലമുള്ള സ്ഥലത്ത് വെച്ച് പ്രാർത്ഥിച്ചു, ഖിയാമത്ത് നാൾ വരെ ഹജ്ജ് ചെയ്യാനുള്ള കൂലി കിട്ടണം. ബഹുമാനപ്പെട്ടവർ ഹജ്ജിന് പോകുമ്പോൾ വഫാത്തായി. അതിൻ്റെ ഉദ്ദേശം പിന്നീട് മഹാന്മാർക്ക് മനസ്സിലായി, ഹജ്ജിന് പോകുമ്പോൾ വഫാത്തായാൽ ഖിയാമത്ത് നാൾ വരെ ഹജ്ജിന് വേണ്ടി ഹജ്ജ് ചെയ്ത പ്രതിഫലം അള്ളാഹു അവനക്ക് നൽകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് മുസ്നദ് അബൂ യഅല 5-ാം വാല്യം 441-ാമത്തെ ഹദീസിൽ കാണാം. 441-ാമത്തെ പേജിൽ ആ ഹദീസ് നമുക്ക് കാണാൻ കഴിയും. അതോടുകൂടെ ഒരാൾ ഉംറയ്ക്ക് വേണ്ടി പുറപ്പെട്ടു, മരണപ്പെട്ടു, എന്നാൽ ഖിയാമത്ത് നാൾ വരെ ഉംറ അതുപോലെയുള്ള സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അവനക്ക് ഖിയാമത്ത് നാൾ വരെ അതിൻ്റെ പ്രതിഫലം ലഭിക്കപ്പെടുമെന്ന് മുസ്നദ് അബൂ യഅലയിൽ 5-ാം വാല്യം 441-ാമത്തെ പേജിൽ പറഞ്ഞത് കാണാം. അതോടുകൂടെ പരിശുദ്ധ റമദാൻ ഷരീഫ് വഫാത്താകുമ്പോൾ ഖിയാമത്ത് നാൾ വരെ അവനിക്ക്, അതായത് നോമ്പിൻ്റെ അവസ്ഥയിൽ മരണപ്പെടുമ്പോൾ ഖിയാമത്ത് നാൾ വരെ അവനിക്ക് പ്രതിഫലം ലഭിക്കപ്പെടുമെന്ന് ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. ഒരുപാട് ഹദീസുകളിൽ കാണാം. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് അൽ ഫിർദൗസ് ബി മഅ്സൂറുൽ ഖിതാബ് 3-ാം വാല്യം 504-ാമത്തെ പേജിൽ നോമ്പിൻ്റെ അവസ്ഥയിൽ ഒരാൾ മരണപ്പെട്ടാൽ ഖിയാമത്ത് നാൾ വരെ അവനിക്ക് നോമ്പ് എഴുതപ്പെടുമെന്ന് അൽ ഫിർദൗസ് ബി മഅ്സൂറുൽ ഖിതാബ് 3-ാം വാല്യം 504-ാമത്തെ പേജ്, അതായത് 5557-ാമത്തെ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പം റമദാനിൽ വഫാത്താകുക എന്ന് പറഞ്ഞാൽ, നോമനുഷ്ഠിച്ച് വഫാത്താകുക എന്ന് പറയുന്നത് വലിയ മഹത്വമാണ്. ഖിയാമത്ത് നാൾ വരെ നോമ്പിൻ്റെ പ്രതിഫലം ലഭിക്കപ്പെടുമെന്ന. അതാണ് ബഹുമാനപ്പെട്ട അബൂ നുഐം റഹ്മത്തുള്ളാഹി ഹിലിയത്തുൽ ഔലിയ 4-ാം വാല്യം 123-ാമത്തെ പേജിൽ പറഞ്ഞു, സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹും എപ്പോഴും ആഗ്രഹിക്കുന്നത് അവർ ഒരു നല്ല കാര്യത്തിൽ അതിൻ്റെ അവസ്ഥയിൽ മരണമുണ്ടാകണം എന്ന് എപ്പോഴും ആഗ്രഹിച്ചിരുന്നു. സൽക്കർമ്മം ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ മരണം വരണം എന്ന് എപ്പോഴും ആഗ്രഹിക്കും. ഉദോടുകൂടെ, അല്ലെങ്കിൽ നിസ്കാരത്തിൻ്റെ ഇടയിൽ, അല്ലെങ്കിൽ മദീനത്തുൽ മുനവ്വറയിലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ ഹജ്ജിൻ്റെ കർമ്മങ്ങൾ ചെയ്യുന്നതിനിടയിൽ, അല്ലെങ്കിൽ നല്ല നല്ല സദസ്സിൽ വെച്ചിട്ട് മരണപ്പെടുക എന്ന ആഗ്രഹം നമ്മുടെ മുൻഗാമികൾ ആ മഹാന്മാർക്കുണ്ടായിരുന്നു. സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹും അവരുടെ ആഗ്രഹം ഒന്ന് ബഹുമാനപ്പെട്ട സയ്യിദുന ഖൈശമ റളിയല്ലാഹു അൻഹു പറയാണ്, സ്വഹാബത്ത് റളിയല്ലാഹു അൻഹു എപ്പോഴും ആഗ്രഹിച്ചിരുന്നത്, അവർ ഇഷ്ടപ്പെട്ടിരുന്നത്, ഏതെങ്കിലും നല്ല കാര്യം ചെയ്യുമ്പോൾ ഹജ്ജ്, ഉംറ, ഗസ്വത്ത് അല്ലെങ്കിൽ റമദാൻ്റെ നോമ്പ്, അതിൻ്റെ ഇടയിൽ മരണം വരിക എന്ന് പറഞ്ഞാൽ സ്വഹാബത്ത് വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് സയ്യിദുന ഖൈസമ റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഹിലിയത്തുൽ ഔലിയ 4-ാം വാല്യം 123-ാമത്തെ പേജിൽ കാണാം. അപ്പോൾ ഏതായാലും നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ മഹദി അവറുകൾ വഫാത്തായത് നോമ്പിൻ്റെ അവസ്ഥയിൽ പരിശുദ്ധ റമദാൻ ഷരീഫിലാണ്. അപ്പോൾ ഖിയാമത്ത് നാൾ വരെ നോമ്പിൻ്റെ പ്രതിഫലം മഹദി അവറുകൾക്ക് ലഭിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. മാത്രമല്ല മഹദി അവരുടെ ജീവിതം നാം ചിന്തിക്കേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല സൂറത്തുൽ അഹ്സാബ് 35-ാമത്തെ ആയത്തിൽ പറഞ്ഞതുപോലെ, വസ്വാഇമീന വസ്വാഇമാത് വൽഹാഫിളീന ഫുറൂജഹും വൽഹാഫിളാത് വദ്ദാകിരീന അല്ലാഹ കസീറൻ വദ്ദാകിറാത് അഅദല്ലാഹു ലഹും മഗ്ഫിറത്തുൻ വഅജ്റൻ അളീമ. സൂറത്തുൽ അഹ്സാബ് 35. അതായത് നോമ്പനുഷ്ഠിക്കുന്ന പുരുഷന്മാർ, നോമ്പനുഷ്ഠിക്കുന്ന സ്ത്രീകൾ, അതുപോലെ ഇഫത്തും സ്വലാഹുള്ള തൻ്റെ ശരീരത്തിനെല്ലാം സൂക്ഷിക്കുന്ന, അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്കെതിരായി നടക്കലിനെ തൊട്ട് എല്ലാം സൂക്ഷിക്കുന്ന ആളുകൾ, അള്ളാഹുവിനെ എപ്പോഴും ഓർക്കുന്ന, അള്ളാഹുവിനേക്ക് എപ്പോഴും ദിക്ർ ചൊല്ലുന്ന, അത് പുരുഷന്മാരും സ്ത്രീകളും, അവർക്കെല്ലാവർക്കും അള്ളാഹു തആല വണ്ണമായ പ്രതിഫലവും പ്രത്യേകമായ മഗ്ഫിറത്തും അള്ളാഹു തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ അഹ്സാബ് 35-ാമത്തെ ആയത്തിൽ പറഞ്ഞു. അത് വിശദീകരിച്ചുകൊണ്ട് അല്ലാമ അബുൽ ബറക്കാത്ത് അബ്ദുല്ലാഹി ബിൻ അഹ്മദ് അൻ നസഫി റഹ്മത്തുള്ളാഹി എഴുതുന്നു, ഇതിൽ ഫർള് നോമും
സുന്നത്ത് നോമ്പും എല്ലാ വിധത്തിലെ നോമ്പ് ഇതിൽ പെട്ടിട്ടുണ്ട് എന്നും മാത്രമല്ല സുന്നത്ത് നോമ്പുകൾ ഒരുപാട് ആളുകളെ പ്രത്യേകിച്ചും എണ്ണിപ്പറയുകയും എല്ലാ മാസവും അയ്യാമുൽ ബീദിന്റെ നോമ്പുകൾ അതുപോലെ ഉള്ള സുന്നത്ത് നോമ്പുകളും ഈ സ്വാഇമാത്തിൽ പെടുമെന്ന് ബഹുമാനപ്പെട്ട ഇമാം നസഫി റഹ്മത്തുള്ളാഹി അലൈഹി തഫ്സീർ മദാരിക് തൻസീൽ തഫ്സീർ നസഫി 2-ാം വാല്യം 345-ാമത്തെ പേജിൽ പറഞ്ഞത് കാണാം. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഹഖ 24-ാമത്തെ ആയത്തിൽ കുലു വശറബു ഹനീഅൻ ബിമാ അസ്ലഫ്തും ഫിൽ അയ്യാമിൽ ഖാലിയ, നിങ്ങൾ ഭക്ഷിക്കുക കുടിക്കുക, നിങ്ങൾക്ക് സന്തോഷമാണ്, പക്ഷേ നിങ്ങൾ കഴിഞ്ഞുപോയ ദിനങ്ങളിൽ നിങ്ങൾ നോമനുഷ്ഠിച്ചതിൻ്റെ പേരില്ലെന്ന് വന്ന ആയത്ത് സൂറത്തുൽ ഹഖ 24-ാമത്തെ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സിറാജുൽ ഹിന്ദ് അഷാ അബ്ദുൽ അസീസ് അൽ മുഹദ്ദിസ് അദ്ദഹലവി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകൾ ഇതിൻ്റെ തഫ്സീർ അസീസി 2-ാം വാല്യം 103-ാമത്തെ പേജിൽ പറയുകയാണ്, ഇവിടെ കഴിഞ്ഞ അയ്യാമുൽ ഖാലിയ എന്നതുകൊണ്ട് ഉദ്ദേശം റമദാൻ മുബാറക്കിൻ്റെ ദിനങ്ങളെ നോമ്പുകളും അതുപോലെ സുന്നത്ത് നോമ്പുകളുടെ ദിനങ്ങൾ അയ്യാമുൽ ബീദ്, അറഫ ദിനം തുടങ്ങിയ തിങ്കളാഴ്ച, വ്യാഴാഴ്ച, അതുപോലെ ബറാത്തിൻ്റെ ദിനം, അതുപോലെ ശവ്വാൽ ദിനങ്ങൾ തുടങ്ങിയ ദിനങ്ങളാണെന്ന് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുകയാണ്. ബഹുമാനപ്പെട്ട സയ്യിദുന ഇമാം മുജാഹിദ് റഹ്മത്തുള്ളാഹി അലൈഹി തൊട്ട് ഇസ്മായിൽ ഹഖി റഹ്മത്തുള്ളാഹി അലൈഹി തഫ്സീർ റൂഹുൽ ബയാൻ 7-ാം വാല്യം 143-ാമത്തെ പേജിൽ പറഞ്ഞത് കാണാം, ഫിൽ അയ്യാമിൽ ഖാലിയ എന്നതുകൊണ്ട് ഉദ്ദേശം നിങ്ങൾ ഈ ആയത്തിൻ്റെ ഉദ്ദേശം കുലൂ വശറബു, നിങ്ങൾ തിന്നോളിയും കുടിച്ചോളി, നിങ്ങൾ ഭക്ഷിക്കുക കുടിക്കുക, പിന്നെ മാത്രമല്ല നിങ്ങൾ ദുനിയാവിൽ വെച്ചിട്ട് നോമ്പനുഷ്ഠിച്ചതിൻ്റെ പേരിൽ നിങ്ങൾ ഇവിടെ വെച്ചിട്ട് ഭക്ഷിക്കുക കുടിക്കുക, നിങ്ങൾ ദുനിയാവിൽ വെച്ചിട്ട് അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടി ഭക്ഷണവും പാനീയങ്ങളെല്ലാം ഒഴിവാക്കിയിരുന്നു, അതായത് സുന്നത്ത് നോമ്പ് നശിച്ചിരുന്നു. ഇനി സ്വർഗത്തിൽ വെച്ചിട്ട് നിങ്ങൾ ഭക്ഷിക്കുക കുടിക്കുക അതിന് പകരം എന്ന് അവരോട് പറയപ്പെടുമെന്ന് ഇസ്മായിൽ ഹഖി റഹ്മത്തുള്ളാഹി അലൈഹി തഫ്സീർ റൂഹുൽ ബയാൻ 7-ാം വാല്യം 143-ൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ബഹുമാനപ്പെട്ട സയ്യിദത്തുന നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ ധാരാളം പരിശുദ്ധ ഖുർആൻ ഖത്മാക്കുകയും ധാരാളം സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കുകയും ചെയ്തിരുന്ന വലിയ ഒരു മഹദിയാണ് സയ്യിദത്തുന നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ. മഹദി അവരെ കുറിച്ച് ഒരുപാട് ഗ്രന്ഥങ്ങളിൽ നൂറുൽ അബ്സാറിലും അതുപോലെ ദുറുൽ അസ്ദാഫ് തുടങ്ങിയ ഗ്രന്ഥങ്ങളിലെല്ലാം മഹദി അവരെ കുറിച്ച് ധാരാളം പറഞ്ഞത് കാണാം. ബഹുമാനപ്പെട്ട സയ്യിദത്തുന നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ മക്കത്തുൽ മുക്കറമയിലാണ് ഹിജ്റ 145-ൽ ജനിച്ചിട്ടുള്ളത്. മദീന മുനവ്വറയിലാണ് മഹദി അവர்கள் വളർന്നിട്ടുണ്ടായിരുന്നത്. ഹറം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എപ്പോഴും ഉണ്ടാകുന്ന ബഹുമാനപ്പെട്ട നഫീസ ബീവി റളിയല്ലാഹു അൻഹ മദീനയിൽ വളർന്ന് ആ മഹദി അവர்கள் സ്വന്തം വീടിൻ്റെ മുമ്പിൽ വെച്ച് തൻ്റെ കൈ കൊണ്ട് ഒരു ഖബർ കുഴിച്ചിരുന്നു. വകാനത്ത് തുസല്ലി ഫീഹി കസീറൻ വഖറഅത്ത് ഫീഹി 190 ഖത്മതൻ വഫീ റിവായത്തിൻ 1000 ഖത്മ വഖീല 1900. ഒരുപാട് ഖുർആൻ ഖത്മാക്കിയിരുന്നു. എത്രമാത്രം മഹദി അവர்கள் തൻ്റെ വീടിൻ്റെ മുമ്പിൽ ഖബർ കുഴിച്ചുകൊണ്ട് അതിൽ ധാരാളം നിസ്കരിക്കും, അതിൽ ഖുർആൻ ഓതും. 190 ഖത്മുൽ ഖുർആൻ മഹദി അവர்கள் അവിടെ വെച്ച് നടത്തിയിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. മാത്രമല്ല 1000 ഖത്മ എന്നും 190 ഖത്മ എന്നും വ്യത്യസ്തമായ റിപ്പോർട്ടുകളിൽ നഫീസ ബീവി റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച് പറഞ്ഞത് കാണാം. മാത്രമല്ല 30 ഹജ്ജ് ചെയ്ത മഹദിയാണ് നഫീസ ബീവി റളിയല്ലാഹു അൻഹ. അതിൽ തന്നെ അധിക ഹജ്ജുകളും നടന്നുകൊണ്ടിട്ടാണ് ബഹുമാനപ്പെട്ട നഫീസ ബീവി റളിയല്ലാഹു അൻഹ ഹജ്ജ് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല മഹദി അവരുടെ അവസാന സമയം വലിയ ക്ഷീണമുണ്ടാകുമ്പോൾ അന്നത്തെ ത്വബീബുകൾ ഡോക്ടർമാർ നോമ്പൊരിക്കാൻ പറഞ്ഞപ്പോൾ മഹദി പറഞ്ഞത് വാ അജബാഹു ലീ 30 സനതൻ അസ്അലുല്ലാഹ അസ്സ വജല്ല അൻ യതവഫാനി വ അന സ്വായിമത്തുൻ. അതായത് 30 വർഷമായി ഞാൻ അങ്ങനെ നോമ്പ് നോൽക്കുന്നത്, എന്നിട്ട് റബ്ബിനോട് എപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട് നോമ്പുള്ള അവസ്ഥയിൽ നിന്ന് മരിപ്പിക്കണേ, എന്നിട്ട് ഫാഫ്തിറു ഞാൻ നോമ്പുരിക്കേ, അത് ഒരിക്കലും സാധ്യമല്ല മആദല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട നഫീസ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞത് ഇസ്രിഫു അന്നീ തബീബി ദഉനി വഹബീബി. അതായത് നോമ്പുകാരൻ മരിക്കണം, അത് നിങ്ങൾ ആരൊന്നും പറയരുത് എന്ന്, എല്ലാവരും പോകണം,
എന്നെ നോമ്പിൻ്റെ അവസ്ഥയിൽ തന്നെ മരണപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് നഫീസ് ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞത് ഇമാം ഷിബ്ലഞ്ചി റഹ്മത്തുള്ളാഹി അലൈഹി നൂറുൽ അബ്സാർ എന്ന മഹത്തായ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുകയാണ്. മാത്രമല്ല ബഹുമാനപ്പെട്ടവർ സൂറത്തുൽ അൻആം 12-ാമത്തെ ആയത്ത് കുലില്ലാഹി കതബ അലാ നഫ്സിഹിർ റഹ്മ എന്ന ആയത്ത് ഓതിക്കൊണ്ടാണ് മഹദി അവർകൾ വഫാത്തായത് എന്ന്, അതുപോലെ ദുർലസ്ദാഫിൽ കാണാം ലഹും ദാറുസ്സലാം ഇൻദ റബ്ബിഹിം വഹുവ വലിയുഹും ബിമാ കാനൂ യഅമലൂൻ എന്ന ആയത്ത് ഓതിക്കൊണ്ടാണ് നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു തആല വഫാത്തായതെന്ന് ചരിത്രം പഠിപ്പിക്കുകയാണ്. മാത്രമല്ല നഫീസ ബീവി റളിയല്ലാഹു അൻഹയുടെ സഹോദരൻ്റെ മകളായ സൈനബ ബീവി റളിയല്ലാഹു അൻഹ, സൈനബ ബീവി അവിടുത്തെ അമ്മത്തായ നഫീസ ബീവി റളിയല്ലാഹു അൻഹാനെ 40 വർഷം ഖിദ്മത്തെടുത്ത മഹദിയാണ്. ആ മഹദി പറയാണ്, എൻ്റെ അമ്മായി അതായത് നഫീസ ബീവി റളിയല്ലാഹു അൻഹാനെ സംബന്ധിച്ച് തഹ്ഫദുൽ ഖുർആന വ തഫ്സീറുഹു കാനത് തഖറഉൽ ഖുർആന വ തബ്കി വ തഖൂലു ഇലാഹി വ സയ്യിദി യസ്സിർ ലി സിയാറത ഖലീലിക ഇബ്രാഹിം അലൈഹിസ്സലാം ഫഹജ്ജത്ത് ഹിയ വ സൗജുഹാ ഇസ്ഹാഖ് റഹിമഹുല്ലാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട സൈനബ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്. ബഹുമാനപ്പെട്ട നഫീസ ബീവി റളിയല്ലാഹു അൻഹ പരിശുദ്ധ ഖുർആനും തഫ്സീറൊക്കെ നല്ല ഹിഫ്ളാക്കിയ ആളാണ്. മാത്രമല്ല ഖുർആൻ എപ്പോഴും ഓതും, എന്നിട്ട് അള്ളാഹുവിൻ്റെ ഖുർആൻ ചിന്തിച്ചുകൊണ്ട് പൊട്ടിപ്പൊട്ടി കരയാറുണ്ട്. മാത്രമല്ല പ്രാർത്ഥിക്കാറുണ്ട്, ഇലാഹി വ സയ്യിദി യസ്സിർ ലി സിയാറത ഖലീലിക ഇബ്രാഹിം അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ സിയാറത്ത് ചെയ്യാൻ എനിക്ക് എളുപ്പമാക്കണമെന്നും, അങ്ങനെ ഹജ്ജും അതുപോലെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ സിയാറത്തും തൻ്റെ ഭർത്താവായ ഇസ്ഹാഖ് എന്നവരോടുകൂടെ ഇതാ സിയാറത്ത് ചെയ്ത സംഭവങ്ങളും എന്നിട്ട് മിസ്റിലേക്ക് മടങ്ങിപ്പോയ സംഭവങ്ങളൊക്കെ ഇതാ നൂറുൽ അബ്സാർ പോലത്തെ ഗ്രന്ഥങ്ങളിൽ മഹത്തുക്കളൊക്കെ രേഖപ്പെടുത്തിയതായി കാണാം. ഇമാം ഷിബ്ലഞ്ചി റഹ്മത്തുള്ളാഹി അലൈഹി അതുപോലെ ദുർൽ അസ്ദാഫ് തുടങ്ങിയ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ഏതായാലും ബഹുമാനപ്പെട്ട സയ്യിദത്തുന നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ, അല്ലാഹു തആല അവിടുത്തെ ദറജാത്ത് ഉയർത്തുമാറാകട്ടെ. അതുപോലെ പരിശുദ്ധ റമദാനിൽ ഫാത്തിമ ബീവി, ഖദീജ ബീവി, ആയിഷ ബീവി റളിയല്ലാഹു അൻഹുന്ന അടക്കമുള്ള ഒരുപാട് മഹദികൾ അള്ളാഹുറക്ക ദറജാത്ത് ഉയർത്തി അവരൊക്കെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു താല നമ്മുടെ പരിശുദ്ധ റമദാൻ്റെ എല്ലാ കർമ്മങ്ങളും അള്ളാഹു അവൻ്റെ റഹ്മത്ത് കൊണ്ട് സ്വീകരിക്കുമാറാകട്ടെ. അതിൽ വന്ന അയബുകളും ന്യൂനതകളും വീഴ്ചകളും എല്ലാം അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ട്, ഈ മഹത്തുക്കളുടെ ബറക്കത്ത് കൊണ്ട്, നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു തആല എല്ലാം മാഫാക്കി തരുമാറാകട്ടെ. ഏതായാലും നഫീസ ബീവി റളിയല്ലാഹു അൻഹ എല്ലാ ദിവസവും നോമ്പനുഷ്ഠിച്ചിരുന്ന മഹദിയാണ്. വലിയ വലിയ മഹത്തുക്കൾ മഹദി അവരുടെ തവസ്സുൽ ചെയ്ത് പ്രാർത്ഥിക്കാറുണ്ട്. പ്രാർത്ഥിച്ച ചരിത്രങ്ങളും നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് നഫീസ ബീവി റളിയല്ലാഹു അൻഹയുടെ ഈ ദിനം, അതോടുകൂടെ റമദാൻ ഷരീഫിൻ്റെ അവസാനത്തെ ദിനം പെരുന്നാളാകുമ്പോൾ ഇബ്ലീസിൻ്റെ അധ്വാനം മുഅ്മിനീങ്ങളെ തെറ്റിലേക്ക് വലിക്കാൻ കഠിനാധ്വാനം ചെയ്യുന്നത് മഹത്തുക്കളൊക്കെ രേഖപ്പെടുത്തിയതായി കാണാം. പെരുന്നാൾ വരുമ്പോൾ പ്രത്യേകിച്ചും നാം ചിന്തിക്കേണ്ടത് ബഹുമാനപ്പെട്ട അല്ലാമ സൈനുദ്ദീൻ അൽ ബഗ്ദാദി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ലത്വായിഫുൽ മആരിഫ് 385-ാമത്തെ പേജിൽ പറഞ്ഞത് കാണാം. കഅബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്ക്, മൻ സ്വാമ റമളാന വഹുവ യുഹദ്ദിസു നഫ്സഹു അന്നഹു ഇദാ അഫ്തറ ബഅദ റമളാന അല്ലാ യഉസിയല്ലാഹ ദഖലൽ ജന്ന ബിഗൈരി മസ്അലത്തിൻ വലാ ഹിസാബ് വമൻ സ്വാമ റമളാന വഹുവ യുഹദ്ദിസു നഫ്സഹു അന്നഹു ഇദാ അഫ്തറ ബഅദ റമളാന അസാ റബ്ബഹു ഫസിയാമുഹു അലൈഹി മർദൂദ്. അതായത് കഅബ് റളിയല്ലാഹു അൻഹു പറയാണ്, പരിശുദ്ധ റമദാൻ മാസം നോമ്പനുഷ്ഠിച്ചു, പക്ഷേ ഒരു നഫ്സിനോടും പറഞ്ഞെന്താ, റമദാൻ കഴിഞ്ഞാൽ ഞാൻ അള്ളാഹുവിനിക്ക് മാറ് കാണിക്കൂല എന്ന് ഒരു തീരുമാനമെടുക്കുകയാണെങ്കിൽ അയാൾക്കൊരു ചോദ്യവും ഹിസാബൊന്നുമില്ലാതെ അദ്ദേഹം സ്വർഗത്തിൽ കിടക്കുമെന്നും, അതേ സ്ഥാനത്ത് റമദാൻ മാസം നോമ്പനുഷ്ഠിക്കുമ്പോൾ തൗബത്തുൻ നസുഹല്ല ചെയ്തത്, റമദാൻ കഴിഞ്ഞാൽ വീണ്ടും തെറ്റ് ചെയ്യണമെന്ന ചിന്തയാണുള്ളത്, എന്നാൽ അവൻ്റെ നോമ്പുകളൊക്കെ അവനിലേക്ക് മടക്കപ്പെടും, തള്ളപ്പെടും എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു റജബ് ബഗ്ദാദി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകൾ അവിടുത്തെ ലതായിഫുൽ മആരിഫ് 385-ാമത്തെ പേജിൽ കഅബ് റളിയല്ലാഹു അൻഹു തൊട്ട് പറയുകയാണ്. അതുകൊണ്ട് നാം പരിശുദ്ധ റമദാൻ ഷരീഫിൻ്റെ ശേഷം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ചേഞ്ചസ്, ഒരു മാറ്റമുണ്ടാകണം. അല്ലാഹു തആല നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ ബറക്കത്തും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാത്രമല്ല നഫീസ ബീവി റളിയല്ലാഹു അൻഹയുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല മുഅ്മിനീങ്ങളായ ആണുങ്ങൾക്ക് എല്ലാ നിലക്കുള്ള സ്ത്രീകളുടെ ഫിത്നകൾ തൊട്ട് അല്ലാഹു തആല രക്ഷപ്പെടുത്തുമാറാകട്ടെ. അതുപോലെ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ ബറക്കത്ത് കൊണ്ട് ലോകത്തുള്ള എല്ലാ മുഅ്മിനത്തുകളായ സ്ത്രീകൾക്ക് അല്ലാഹു തആല ഇഫ്ഫത്തും സ്വലാഹും കാമിലായ ഹിജാബും നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. പുരുഷന്മാർ
സ്ത്രീകളുടെ ഫിത്ന എപ്പോഴും പേടിക്കേണ്ടതുണ്ട്, അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കേണ്ടതുണ്ട്. അതോടുകൂടെ സ്ത്രീകൾ എന്നെക്കൊണ്ട് ആരും തന്നെ ഫിത്നയിൽ പെട്ടു പോകാൻ പാടില്ല, എൻ്റെ കൊണ്ട് ആരും മനസ്സിൽ തെറ്റുകൾ ചിന്തിക്കാൻ പാടില്ല എന്നുള്ളക്കുള്ള സൂക്ഷ്മതയും താമായ ഹിജാബും കാമില ഹിജാബും സ്ത്രീകൾക്കുണ്ടാകണം. അതിനെല്ലാം നഫീസുത്തുൽ മിസ്രി റളിയല്ലാഹു അൻഹ നമ്മളെപ്പോഴും തവസ്സുൽ ചെയ്യേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1450 വർഷങ്ങൾക്ക് മുമ്പ് സ്ത്രീകളുടെ ഫിത്നയെ സംബന്ധിച്ച് നമുക്ക് ഇവിടെ ആദ്യമേ അറിയിച്ചിട്ടുണ്ട്. കാരണം ഒന്ന്, ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ് കാണാം, മാ തറക്തു ബഅദി ഫിന്നാസി ഫിത്നതൻ അദറ അലർ റിജാലി മിനൻ നിസാഇ. അതായത് എൻ്റെ ശേഷം ജനങ്ങളിൽ ഞാൻ വലിയ ഫിത്നയായി കാണുന്നത് പുരുഷന്മാർക്ക് സ്ത്രീകളെക്കാളും വലിയ ഫിത്ന വേറെ ഇല്ല. സ്ത്രീകളുടെ ഫിത്ന വല്ലാത്തൊരു ഫിത്നയാണ്, അന്യ സ്ത്രീകളുടെ ഫിത്ന ഏറ്റവും കൂടുതൽ. അതോടുകൂടെ സ്വന്തത്തിൻ്റെ ഭാര്യമാരുടെ ഭാഗത്തിനും അതുപോലെ നമ്മുടെ കുടുംബത്തിലെ സ്ത്രീകളുടെ ഭാഗത്തിനും ഒരുപാട് ഫിത്നകൾ, നാവിൻ്റെ ഷർറുകളും അതുപോലെ നന്ദികേടുകളും അങ്ങനെ ധാരാളം ഉണ്ടാകാം. ഏറ്റവും കൂടുതൽ അന്യ സ്ത്രീകളായിരിക്കുന്ന പെണ്ണുങ്ങളുടെ ഫിത്നകൾ നമ്മളെപ്പോഴും അള്ളാഹുവിനോട് കാവലിനെ തേടണം. അതോടുകൂടെ സ്ത്രീകൾ എപ്പോഴും അള്ളാഹുവിനോട് കാവലിനെ തേടണം. നഫീസ ബീബി റളിയല്ലാഹു അൻഹയുടെ ബർക്കത്ത് കൊണ്ട് അന്യ പുരുഷന്മാരുടെ ദുൽമിനെ തൊട്ടും അവിടെ ഹറാമായ നോട്ടങ്ങളെ തൊട്ടും ചിന്തകളെ തൊട്ടും അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തണം. തെറ്റിൻ്റെ ഒരു സ്ഥലം നമ്മളായി പോകരുത്, തെറ്റ് ചെയ്യാനുള്ള അവസരം നമ്മളെ കൊണ്ടുണ്ടാകരുത്. അത്തരത്തിലുള്ള ആണുങ്ങളെ ഷർറുകളെ തൊട്ട് കാവലിനെ അവർ തേടുകയും അതോടുകൂടെ നമ്മളെ മറ്റുള്ളവരുടെ തെറ്റിലേക്ക് ചിന്തിക്കുന്ന വിധത്തിൽ നമ്മളാകരുത് എന്നൊരു ചിന്ത മുഅ്മിനത്തായ പെണ്ണുങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചല്ലോ, ഇന്നദ് ദുനിയാ ഹുൽവത്തുൻ ഖദിറത്തുൻ വ ഇന്നല്ലാഹ മുസ്തഖ്ലിഫകും ഫീഹാ ഫയൻദുറു കൈഫ തഅമലൂൻ ഫത്തഖുദ് ദുനിയാ വത്തഖുൻ നിസാഅ ഫഇന്ന അവ്വല ഫിത്നതി ബനി ഇസ്രായീല കാനത് ഫിൻ നിസാഅ. അതായത് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഓ ജനങ്ങളെ, ദുനിയാവ് ഒരു മധുരമുള്ളതാണ്, നല്ലൊരു പച്ചയാണുള്ളത്, ഉണങ്ങിയതൊന്നുമല്ല, നല്ല പച്ച, അതൊരു മധുരമുള്ളതാണ് ദുനിയാവ് എന്ന് പറയുന്നത്. കാണാൻ അങ്ങനെയാണ് ദുനിയാവുള്ളത്. എന്നാൽ അടുത്ത് ഈ ദുനിയാവിൽ ഒരു ഖലീഫ ഉണ്ടാകും, നിങ്ങൾക്കൊരു പകരം നിൽക്കും. എന്നിട്ട് നിങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അത് നോക്കുകയും ചെയ്യും. അതുകൊണ്ട് ദുനിയാവിനെയും അതുപോലെ സ്ത്രീകളെയും നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണം. ബനു ഇസ്രായേലിൻ്റെ ഫിത്നകളെ കൂട്ടത്തിൽ ഒന്നാമത്തെ ഫിത്ന സ്ത്രീകളെ വിഷയത്തിലാണ് ഉണ്ടായത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു അവിടുത്തെ സ്വഹീഹ് മുസ്ലിമിൽ ഉദ്ധരിക്കുകയാണ്. ചുരുക്കി പറയുകയാണെങ്കിൽ റബ്ബിൻ്റെ ഖുർബ്, റബ്ബിൻ്റെ സാമീപ്യം നഷ്ടപ്പെടുത്തുന്ന ഒരുപാട് വസ്തുക്കളുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് സ്ത്രീകൾ അതുപോലെ അമൃതുകൾ എന്നൊക്കെ പറയുന്നത്. റബ്ബിലേക്ക് നമ്മളെ സാമീപ്യം നഷ്ടപ്പെടുത്തുന്ന ഒരുപാട് സംഗതികൾ. ഒന്ന്, നമ്മുടെ ഭക്ഷണം ഹറാമായി കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഖുർബ് ഇല്ലാതെയായി പോകും, അള്ളാഹു കാക്കട്ടെ. രണ്ടാമത്തത് സ്ത്രീകളുടെ ഫിത്നയാണ്, അമൃതിൻ്റെ ഫിത്നയാണ്. മൂന്നാമതായി ഭാര്യ, മക്കൾ, കുടുംബങ്ങളെ അങ്ങേയറ്റത്തെ സ്നേഹിച്ചുകൊണ്ട് റബ്ബിനെ മറന്നുകൊണ്ട് റബ്ബ് നിർബന്ധമാക്കിയ കാര്യങ്ങളൊക്കെ ഉപേക്ഷിച്ച് ആ വിധത്തിൽ സ്നേഹിക്കുക. അതോടുകൂടെ നാലാമത്തത് ദുനിയാവുള്ള സ്നേഹം കൂടുതലുണ്ടാകുക. അഞ്ചാമത്തത് നഫ്സിൻ്റെ സ്നേഹം, നഫ്സിൻ്റെ ഷെറുകളിൽ പെട്ടു പോവുക. ആറാമത്തത് ഷൈത്താൻ്റെ ഷെറിൽ പെട്ടു പോവുക. അതുപോലെ ഏഴാമത്തത് മാതാപിതാക്കൾക്ക് അനുസരിക്കാതിരിക്കുക, അവർക്ക് മാറു കാണിക്കുക. അതോടുകൂടി എട്ടാമത്തത് അള്ളാഹുവിൻ്റെ സൃഷ്ടികളെ ബുദ്ധിമുട്ടാക്കുക, മറ്റുള്ളവരെ ഇടങ്ങേറാക്കുക. അതുപോലെ ഒമ്പതാമത്തത് കുടുംബബന്ധം മുറിക്കുക. കുടുംബത്തിൻ്റെ ഇഖ്തിലാഫുകൾ എപ്പോൾ നോക്കിയാലും പരസ്പരം ചൊടികൾ, പരസ്പരം ദേശങ്ങൾ. ശരീഅത്തുൽ ഇസ്ലാമിയ, ആ പവിത്രമായിരിക്കുന്ന മതം അത് നിർദ്ദേശിച്ച കാര്യം ചെയ്തുകൊണ്ട് ശരീഅത്തിനെ ഇഷ്ടപ്പെട്ട് ജീവിക്കുമ്പോൾ ഇഖ്തിലാഫെല്ലാം അവസാനിച്ചു പോകും, തർക്കങ്ങളെല്ലാം ഇല്ലാതെയായി പോകും. അതേ സ്ഥാനത്ത് ശരീഅത്തിനെ പിൻപറ്റാതെ പരസ്പരം ദേശത്തോടെ നടക്കുക, പരസ്പരം കുടുംബബന്ധം മുറിച്ചുകൊണ്ട് നടക്കുക, ഇതെല്ലാം അള്ളാഹുവിൻ്റെ സാമീപ്യം നഷ്ടപ്പെടുത്തുന്ന സംഗതികളാണ്. അതിൽ രണ്ടാമത്തെ വിഷയമാണ് നമ്മുടെ ഈ വിഷയം. ബഹുമാനപ്പെട്ട നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു അൻഹ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമുക്കും സർവ്വ മുഅ്മിനീങ്ങൾക്കും സർവ്വ മുഅ്മിനാത്തിനും ഇഫ്ഫത്തും സ്വലാഹും നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ടാമത്തെ അള്ളാഹുവിൻ്റെ ഖുർബ് സാമീപ്യം നഷ്ടപ്പെടുത്തുന്നതാണ് സ്ത്രീകൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് പുരുഷന്മാർ പ്രത്യേകിച്ചും സ്ത്രീകളുമായി നമ്മൾ വളരെ കൂടുതൽ സൂക്ഷിക്കേണ്ടതുണ്ട്. സ്ത്രീകളുടെ ഫിത്ന ധാരാളമാണ്. സ്ത്രീകളുടെ ഫിത്നയിൽ പെട്ടുപോയാൽ
എപ്പോൾ നോക്കിയാലും അവൻ്റെ ചിന്തകൾ മോശമായിരിക്കും, സമ്പത്ത് ഒരുപാട് നഷ്ടപ്പെട്ടു പോകും. അതോടുകൂടെ അവൻ്റെ കണ്ണ്, അവൻ്റെ മനസ്സ്, അവൻ്റെ അവയവങ്ങൾ ഒരുപാട് ദോഷങ്ങളിൽ പരീക്ഷിക്കപ്പെടുന്നു. അതിൻ്റെ കാരണം കൊണ്ട് ഇബാദത്തിൻ്റെയും അതുപോലെ ഇബാദത്തിൻ്റെ രസങ്ങളുടെയും തൊട്ട് അവനെ തടയപ്പെടുന്നു. മാത്രമല്ല ഹക്കുകളൊക്കെ വീട്ടുന്ന വിഷയത്തിൽ വീഴ്ച വരുത്തുന്നു. സ്വന്തം മാതാപിതാക്കളുടെ ഹക്കോ അല്ലെങ്കിൽ സഹോദരിമാരുടെ ഹക്കോ അല്ലെങ്കിൽ ഭാര്യ മക്കളുടെ ഹക്കോ വീട്ടുന്ന വിഷയത്തിൽ വളരെ വീഴ്ച വരുത്തുന്നു. അന്യ സ്ത്രീകളുമായി അല്ലെങ്കിൽ ഹറാമായ ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞാൽ അള്ളാഹു നമ്മയും സർവ്വ മുഅ്മിനാത്തുകളെ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ ബർക്കത്തോടെ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതോടുകൂടെ അതിൻ്റെ വിഷയത്തിൽ വല്ലാത്ത ടെൻഷനും മോശമായി മരിക്കേണ്ടി വരും. അതുപോലെ ആരോഗ്യം നഷ്ടപ്പെടുത്തുക, വ്യത്യസ്തമായ രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെടുക, എന്നിട്ട് അതിനു വേണ്ടി ഒരുപാട് സമ്പത്തുകൾ ചെലവാക്കേണ്ടി വരും. ഇങ്ങനെയുള്ള ധാരാളം വന്നുപോകും സ്ത്രീകളെ ഫിത്നയിൽ പെട്ടുപോയ ആളുകൾ. മാത്രമല്ല അധിക സമയത്തും ജനാബത്തിൻ്റെ അവസ്ഥ ഒരു മനുഷ്യനിക്ക് വന്നുപോകും സ്ത്രീകളുടെ ഫിത്നയിൽ പെട്ടുപോയാൽ. മാത്രമല്ല ഹസദും അദാവത്തും സ്വന്തത്തിന് വേണ്ടി, സ്വന്തം താല്പര്യത്തിന് വേണ്ടി, സ്വന്തത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി മറ്റുള്ളവരുടെ അസൂയയും അതുപോലെ ശത്രുതയും അത് കൂടുതൽ വന്ന് അവനിക്ക് മനസ്സിൻ്റെ പല വിധത്തിലുള്ള രോഗവും അതുപോലെ അവൻ്റെ മനസ്സ് മോശമായി അവൻ്റെ ആരോഗ്യമെല്ലാം നഷ്ടപ്പെടുത്തുന്ന വിധത്തിൽ ദുനിയാവും ആഖിറമെല്ലാം പരാജയപ്പെടുത്തുന്ന വിധത്തിലായി പോകും. അതുപോലെ നസീഹത്തിൻ്റെ വിഷയങ്ങളെല്ലാം ആരെങ്കിലും നസീഹത്ത് ചെയ്താൽ അതിനെ ഇഷ്ടപ്പെടാതിരിക്കുക, ദീനിൻ്റെ നിയമങ്ങൾ പറയുമ്പോൾ അതിനെ ഇഷ്ടപ്പെടാതിരിക്കുക, അള്ളാഹുവിൻ്റെ അസാബിനെ കുറിച്ച് പറയുമ്പോൾ അതിനെ ഇഷ്ടപ്പെടാതിരിക്കുക എന്നൊരു അവസ്ഥ മനുഷ്യനിക്ക് വന്നു പോകും സ്ത്രീകളുടെ ഫിത്നയിൽപ്പെട്ട ആളുകൾക്ക്. അതേ സ്ഥാനത്ത് ഹയാ എന്ന് പറയുന്നത്, ലജ്ജ എന്ന് പറയുന്നത് ഈമാൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായ അത് കുറഞ്ഞു പോകുന്നു. മാത്രമല്ല ഇസ്സത്തില്ലായ്മ, അതോടുകൂടെ മോശത്രം അവനിക്ക് കൂടുതലായി വരുന്നു. അവസാനമുണ്ടാകുന്നത് പെണ്ണുങ്ങളെ ഫിത്നയിൽ പെട്ടുപോയ ആൾക്കാർ കുഫ്ർ, ഇർത്തിദാദ്, കാഫിറായി പോകുന്ന, മുർത്തദായി പോകുന്ന അവസ്ഥയിലേക്കും എത്തും. അള്ളാഹു താല നമ്മെല്ലാവരെയും ഇത്തരത്തിലുള്ള ദുഷിച്ച വസ്തുക്കളെ തൊട്ടെല്ലാം അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. സമ്പത്ത് വളരെ നഷ്ടപ്പെടുത്തുന്നവർ അവസ്ഥയും വരും. കാരണം പല വിധത്തിലുള്ള രോഗം അതിൻ്റെ കാരണം കൊണ്ടുണ്ടാകാനും അതിൽ ഒരു കാരണമാണ്. അതുപോലെ ഈ തെറ്റ് ചെയ്യാൻ വേണ്ടി സമ്പത്തെല്ലാം ഒരുപാട് ചെലവാക്കേണ്ട ഒരു അവസ്ഥ, അങ്ങനെയുള്ള ഇസ്രാഫുകൾ ധാരാളം കൂടി വരുന്നു. മാത്രമല്ല നമ്മുടെ കണ്ണുകൾ, നമ്മുടെ മനസ്സുകൾ എല്ലാം മോശമായി പോകുന്നു. ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു അവിടുത്തെ മുസ്നദിൽ ഉദ്ധരിച്ച ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, ഫൽ ഐനാനി തസ്നിയാനി വസിനാഹുമാ അന്നദറു വൽ യദാനി തസ്നിയാനി വസിനാഹുമാ അൽ ബത്ഷു വൽറിജലാനി തസ്നിയാനി വസിനാഹുമാ അൽ മശ്യു വൽ ഫമു യസ്നി വസിനാഹു അൽ ഖബുലു. അതായത് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സ്ത്രീകളുടെ ഫിത്നയിൽപ്പെട്ട ആളുകൾ, അതിൽ പെടുന്നവർ അവരുടെ കണ്ണുകൾ വ്യഭിചരിക്കുകയാണ്, അവരുടെ കൈകൾ വ്യഭിചരിക്കുകയാണ്, അവരുടെ ചിന്തകൾ മുഴുവനും മോശമായി പോവുകയാണ്, അവരുടെ എല്ലാ നിലക്കുള്ള സിനകൾ കൂടിക്കൂടി വരുന്നു. മാത്രമല്ല മുസന്നഫ് അബ്ദുർ റസാഖ് അതിൻ്റെ റിപ്പോർട്ടിൽ വൽ ഖൽബു യസ്നി, അവൻ്റെ മനസ്സ് സിന ചെയ്യുന്നു എന്ന വാചകവും കാണാം. അതോടുകൂടെ മുസ്നദ് ഇമാം അഹ്മദ് ഇബ്നു ഹംബലിൽ മറ്റൊരു റിപ്പോർട്ടിൽ കാണാം വൽ ലിസാനു യസ്നി, നാവ് വ്യഭിചരിക്കുന്നു. അങ്ങനെ ഹറാമിലേക്ക് അവൻ്റെ സമയങ്ങൾ മുഴുവനും ചെലവാക്കുന്നു. സ്ത്രീകളുടെ ഫിത്നയിൽപ്പെട്ട ആളുകൾ ഇങ്ങനെയെല്ലാം ദുരന്തങ്ങളിൽ കൂടുകയും മാത്രമല്ല അവൻ്റെ നാവ് സിന ചെയ്യുന്നു. അന്യ സ്ത്രീയോട് ഫോണിലും മറ്റും സംസാരിച്ചിട്ടും മറ്റും അങ്ങനെ ഒരു ഹറാമിലേക്ക് സ്ത്രീകളുടെ ഫിത്നയിൽ പെടുന്നവർ അത്തരത്തിലുള്ള ദോഷങ്ങൾ പെട്ടുപോകുന്നു. അള്ളാഹു നഫീസ ബീവി റളിയല്ലാഹു അൻഹയുടെ ബറക്കത്ത് കൊണ്ട് നമ്മളെല്ലാവർക്കും സലാമത്ത് നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അതോടുകൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചല്ലോ, അർബഅത്തുൻ യുസ്ബിഹൂന ഫീ ഗളബില്ലാഹ് വയുംസിയൂന ഫീ സഖത്തില്ലാഹ്. അതായത് 4 വിധത്തിലുള്ള ആളുകൾ അവർ അള്ളാഹുവിൻ്റെ ദേശത്തിലാണ് എപ്പോഴും സുബി, അതായത് എല്ലാ സമയത്തും അവർ സുബിക്കും വൈകുന്നേരമെല്ലാം അള്ളാഹുവിൻ്റെ ദേശത്തിലും അള്ളാഹുവിൻ്റെ കോപത്തിലായിരിക്കും. എപ്പോൾ നോക്കിയാലും തെറ്റുകൾ ചെയ്ത് അള്ളാഹുവിൻ്റെ ആ തെറ്റുകളിലേക്കുള്ള ചിന്തകൾ കൊടുത്ത് സർവ്വസമയത്തും റബ്ബിൻ്റെ ഗളബ്, റബ്ബിൻ്റെ സഖത്തിൽ ജീവിതം കഴിക്കുന്നവരുണ്ട്. 4 വിധം ആളുകൾ. അത് ആരാണെന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അൽ മുതശബ്ബിഹീന മിനർ റിജാലി ബിൻ നിസാഇ, സ്ത്രീകളോട് സാദൃശ്യമുള്ള പുരുഷന്മാർ. അതോടുകൂടെ വൽ മുതശബ്ബിഹാത്തി മിനൻ നിസായി, അതുപോലെ ബിർ റിജാലി, പുരുഷന്മാരോട് സാദൃശ്യമുള്ള സ്ത്രീകൾ. അതുപോലെ വല്ലദീ യഅത്തിൽ ബഹീമ,
വല്ലദീ യഅ്തി റിജാൽ, അങ്ങനെയുള്ള നാക്കാലികളോടും അതുപോലെ സ്വന്തം പുരുഷന്മാരോടും അങ്ങനെയെല്ലാം തെറ്റുകളെ കൊണ്ട് ഏത് സമയത്തും റബ്ബിൻ്റെ കോപം സമ്പാദിക്കാൻ അവർ തയ്യാറാകുമെന്നും മാത്രമല്ല എത്രമാത്രം സമ്പത്ത് മുഴുവനും വെറുതെ ഹക്കുകൾ നഷ്ടപ്പെടുത്തുന്ന വിധത്തിലേക്കും അത് എത്തിക്കും. എത്രമാത്രം ഒരു ഹദീസിൽ കാണാം, ബഹുമാനപ്പെട്ട ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ്, ഇദാ കാന ഇൻദ റജുലി ഇംറഅതാനി ഫലം യഅദിൽ ബൈനഹുമാ ജാഅ യൗമൽ ഖിയാമത്തി വശിഖുഹു സാഖിതുൻ. ഒരാൾക്ക് രണ്ട് ഭാര്യ ഉണ്ടെങ്കിൽ അവരുടെ ഹുഖൂഖ് ശരിക്കും പാലിച്ചിട്ടില്ല, അവർ രണ്ടാളുടെ ഇടയിൽ നീതി പാലിച്ചിട്ടില്ലെങ്കിൽ ഖിയാമത്ത് നാളിൽ അവൻ്റെ ഒരു ഭാഗം ഇതാ സാഖിത്തായി വീണ്, അതായത് ബാധം പിടിച്ചതുപോലെ അവന് വീണതുപോലെ ഉണ്ടാകും എന്ന് ഒരു ഹദീസ് ഇമാം തുർമുദി തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. അപ്പോൾ രണ്ട് ഭാര്യമാരുണ്ടായി, ഒരു ഭാര്യൻ്റെ ഹുഖൂഖ് വീട്ടി മറ്റൊരു ഭാര്യൻ്റെ ഹുഖൂഖ് പാലിച്ചിട്ടില്ലെങ്കിൽ തന്നെ ഇത്രമാത്രം ശിക്ഷയാണെങ്കിൽ ഭാര്യയല്ലാത്ത ഏതെങ്കിലും ഫിത്നയിൽപ്പെട്ട് ഏതെങ്കിലും സ്ത്രീകളുടെ ഫിത്നയിൽപ്പെട്ടാൽ അവൻ്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. മഹാന്മാരുടെ ചരിത്രത്തിലൂടെ ഒരുപാട് നാശങ്ങൾ നമുക്ക് അതിൽ ചിന്തിക്കാൻ കഴിയും, നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അല്ലാഹു തആല നമുക്കെല്ലാവർക്കും ഖൈർ, ലുത്ഫ്, ആഫിയത്തോടുകൂടെ ഇഫത്ത്, സ്വലാഹോടുകൂടെ സ്ത്രീകളുടെ ഫിത്നകളെ തൊട്ടും അതുപോലെ എല്ലാ ഷർറുകളിൽ തൊട്ട് അല്ലാഹു നമ്മയും നമ്മുടെ ബന്ധമുള്ളവരെയും അതുപോലെ നമ്മുടെ മക്കളെയും മക്കളെയും അതുപോലെ ദുആ വസിയത്ത് ചെയ്തവരെയും നമ്മുടെ മുതഅല്ലിമീങ്ങളെയും എല്ലാവരെയും അല്ലാഹു തആല ഇത്തരത്തിലുള്ള ഫിത്നകളെ തൊട്ട് അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് നാം പ്രത്യേകിച്ചും സ്ത്രീകളുടെ ഫിത്നയെ തൊട്ട് എപ്പോഴും സൂക്ഷിക്കേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദത്തുന നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ വലിയ മഹദിയാണ്. മഹദിയായ നഫീസ ബീവി റളിയല്ലാഹു തആല അൻഹ മഹദി അവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ബഹുമാനപ്പെട്ട സയ്യിദുന ഹസൻ റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹുവിൻ്റെ മകനായ ഫാത്തിമ ബീവി റളിയല്ലാഹുവിൻ്റെ മകനായ ഹസൻ റളിയല്ലാഹുവിൻ്റെ മകൻ സയ്യിദുൽ അബ്ലജ്, അവരുടെ മകൻ ഹസനുൽ അൻവർ, അവരുടെ മകളാണ് നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ. അല്ലാഹു തആല മഹദി അവരുടെ ദറജാത്ത് ഉയർത്തുമാറാകട്ടെ. സയ്യിദുന ഹസൻ റളിയല്ലാഹുവിൻ്റെ മക്കള് ഖാസിം, ഹസനുൽ മുസന്ന, ഹുസൈൻ, ജഅഫർ, ഇബ്രാഹിം, തൊൽഹ, അബ്ദുല്ല, ഹംസ, അബ്ദുറഹ്മാൻ, അലി, സെയ്ദ്, ഉമർ, ഇസ്മായിൽ, ഇസ്ഹാഖ്, അതുപോലെ പെൺമക്കള് ഫാത്തിമ, ഉമ്മു അബ്ദുല്ല, ഉമ്മു മുഹസിൻ, ഉമ്മു സൽമ, റുഖയ്യ, സക്കീന. അല്ലാഹു തആല അവർക്ക് ദറജാത്ത് ഉയർത്തട്ടെ. 6 ആൾക്കാർ ഷഹീദാവുകയും മാത്രമല്ല 2 ആമക്കളായ സെയ്ദ് ബിനുൽ ഹസൻ തങ്ങളും അതുപോലെ ഹസനുൽ മുസന്ന ബിൻ ഹസൻ, ഇവരുടെ സന്താന പരമ്പരയാണ് ലോകത്തിൻ്റെ നാനാഭാഗത്തും സാദാത്ത് ഹസനിയ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതിൽപ്പെട്ടവർ തന്നെയാണല്ലോ മഹാനായ ഗൗസുൽ ആദം അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു തആല അൻഹു. അവരിൽപ്പെട്ടവരാണ് സയ്യിദ് ഷാ മുസ്തഫൽ ഖാദ്രി ബിജാപൂരി റഹ്മത്തുള്ളാഹി അലൈഹി, അതുപോലെ അവരുടെ സഹോദരൻ മീർ ഷാ അബുൽ ഹസൻ ഖാദ്രി പോലത്തെ മഹാന്മാർ, അതുപോലെ കർണൂരിൽ മറവെട്ടെടുക്കുന്ന സയ്യിദ് ഷാ അബ്ദുൽ ലത്തീഫ് ലാ ഉബാലി കർണൂരി, അതുപോലെ സയ്യിദ് ഇസ്മായിൽ ഷാ ഖാദർ നെല്ലൂരി, അങ്ങനെയുള്ള ഒരുപാട് മഹാന്മാർ ഹസനി സാദാത്യങ്ങളാണ്. ബഹുമാനപ്പെട്ട അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹുവിന്റെ മകനായ ഹസൻ റളിയല്ലാഹുവിന്റെ സന്താനപ്പെട്ട മഹാന്മാരാണ്. മറ്റു ഒരുപാട് സാദാത്യങ്ങൾ ഹുസൈൻ റളിയല്ലാഹുവിന്റെ സന്താനപ്പെട്ട ഹുസൈനി സാദാത്യങ്ങളാണ് ലോകത്തിന്റെ നാനാഭാഗത്തുമുള്ളത്. അല്ലാഹു തആല എല്ലാവരുടെയും ദറജാത്ത് ഉയർത്തുമാറാകട്ടെ. നഫീസ ബീവി റളിയല്ലാഹു അൻഹ ഹസനി സാദാത്തിൽപ്പെട്ട മഹദിയാണ്. അല്ലാഹു തആല മഹദി അവരുടെ ദറജാത്ത് ഉയർത്തുമാറാകട്ടെ. അവരൊക്കെ മദദ്, ഹിമായത്ത്, ഷഫാഅത്ത് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് സ്ത്രീകളുടെ ഫിത്ന നമ്മളെപ്പോഴും സൂക്ഷിക്കേണ്ടതുണ്ട്. നമ്മളെപ്പോഴും അല്ലാഹുവിന് വേണ്ടി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊരുത്തത്തിന് വേണ്ടി നമ്മുടെ മനസ്സ് ശുദ്ധിയാക്കാൻ എപ്പോഴും പരിശ്രമിക്കേണ്ടതുണ്ട്. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏതായാലും നഫീസ ബിവി റളിയല്ലാഹു അൻഹയുടെ ഈ അനുസ്മരണ സമയം, അതോടുകൂടി റമദാൻ ഷരീഫിൻ്റെ അവസാന സമയം ഇന്ന് സൂര്യൻ അസ്തമിച്ച്, അതായത് ചന്ദ്രദർശനം ഉണ്ടായിക്കഴിഞ്ഞാൽ നാളെ പെരുന്നാളാണ്, അല്ലെങ്കിൽ ഇന്നായിരിക്കും റമദാൻ ഷരീഫിൻ്റെ അവസാന രാത്രികൾ. മഹത്തുക്കൾ ധാരാളം പൊട്ടിക്കരഞ്ഞ സംഭവങ്ങളൊക്കെ ധാരാളം മഹത്തുക്കളൊക്കെ രേഖപ്പെടുത്തുന്നതായി കാണാം. മആരിഫുൽ ഇൻആമിലും അതുപോലെ അന്നൂർ ഫി ഫളാഇൽ അയ്യാമി വശുഹൂറിലും അതുപോലെയുള്ള വിദാഉ റമദാൻ തുടങ്ങിയ ഗ്രന്ഥങ്ങളിലൊക്കെ ധാരാളം മഹത്തുക്കളൊക്കെ രേഖപ്പെടുത്തുന്നതായി കാണാം. മാത്രമല്ല ദഖായിറുൽ ഇഖ്വാൻ പോലത്തെ ഗ്രന്ഥങ്ങളിലും അതുപോലെ അതെല്ലാം വിശദമായി അദ്ദിറാസത്തുൽ അസ്ഹരിയ ഫി വിദാഇ റമദാൻ എന്നതിൽ നാം വിശദീകരിച്ചിട്ടുണ്ട്. ഏതായാലും പ്രത്യേകിച്ചും ഈ നഫീസ ബിവി റളിയല്ലാഹു അൻഹയുടെ ഈ വഫാത്തിൻ്റെ ദിനം നാം ചിന്തിക്കേണ്ടത് എപ്പോഴും നോമ്പ് നിശ്ചയിച്ചിരുന്ന മഹദിയാണ്. ബഹുമാനപ്പെട്ടവർ ഖബർ കുഴിച്ച് ഖബറിൽ തന്നെ നിസ്കരിക്കുകയും ഖുർആൻ ഖത്മാക്കിയിരുന്നു. അത് മരണത്തിനെ ഓർക്കാൻ വേണ്ടിയാണ്. എന്നാൽ ഇന്ന് പലരും ഖബർ എന്ന് പറയുന്നത് ഷഹറാൻ ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി അവിടെ തംബീഹുൽ മുഖത്തറിൽ പറഞ്ഞ മാതിരിയാണ്, കമ്മിൻ മസാരിൻ യുസാറു വസ്വാഹിബുഹു ഫിന്നാർ.
തൻ്റെ അടുക്കലുള്ള എല്ലാ കിതാബുകളും എല്ലാം വിൽപ്പന നടത്തി അതിൽ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ട് ആദ്യത്തിന് അദ്ദേഹം എഴുതി വെച്ചത് അഹാദാ മദാറു ഷൈഖിൽ ഫുലാനി, ഇത് ഇന്നാളെ മഹാന്റെ മഖ്ബറയാണെന്ന് ആദ്യത്തിന് എഴുതി വെച്ച് ഞാൻ മരിച്ചാൽ ഇവിടെ മറമാടണം എന്നാക്കാൻ വേണ്ടിയുള്ള ചില തട്ടിപ്പ് കള്ളശൈഖന്മാരുടെ ഭാഗത്തിൽ അങ്ങനെ സംഗതികൾ ഉണ്ടാകുമെന്ന് ബഹുമാനപ്പെട്ട ഇമാം ഷഹറാനി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ തംബീഹുൽ മുഖത്തറീൻ എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിൽ പറഞ്ഞുകൊണ്ട് പറയാണ്, കമ്മിം മസാരിൻ യുസാറു വസാഹിബുഹു ഫിന്നാർ. ചിലപ്പോൾ മസാറായിട്ട് ദർഗകളായിട്ട് കിട്ടും, പക്ഷേ ആ ആള് ചിലപ്പോൾ അയാൾ നരകത്തിലായിരിക്കും എന്ന്. കാരണം ലറൂറിയാത്തുദ്ദീൻ, ലറൂറിയാത്തു അഖായിദി അഹ്ലി സുന്ന, അതെല്ലാം നിഷേധിക്കുന്ന സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസത്തിന് എതിരായി പല വിശ്വാസങ്ങളും വെച്ച് പുലർത്തുന്ന അങ്ങനത്തെ ആളുകൾ ഷെയ്ഖായിട്ട് കള്ള ഷെയ്ഖായി നടക്കുമ്പോൾ അയാൾ നരകത്തിലാണ് അങ്ങനത്തെ ആളുകളെ സിയാറത്ത് ചെയ്യപ്പെടാറുള്ളത് എന്ന് ഷഹറാനി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ തംബീഹുൽ മുഖത്തറീനിൽ രേഖപ്പെടുത്തുകയാണ്. അതുകൊണ്ട് നാം പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്, സുന്നത്ത് നോമ്പ് പെരുന്നാൾ കഴിഞ്ഞാൽ പിന്നെ ഷവ്വാൽ 6 ദിവസം നോമ്പുകൾ, അതുപോലെ തിങ്കളാഴ്ച, അതുപോലെയുള്ള വ്യാഴാഴ്ച നോമ്പിന് ഒരുപാട് മഹത്വങ്ങളുണ്ട്. ഒരുപാട് മഹത്വത്തോടുകൂടെ നമ്മുടെ ശരീരത്തിന് ആരോഗ്യം ഒരുപാട് നിലക്ക് അതിലുണ്ട് എന്നത് ഈ സമയത്തിൽ പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നില്ല. പ്രത്യേകിച്ചും ഈ സമയത്ത് പറയാനുള്ളത്, നോമ്പിൻ്റെ മഹത്വങ്ങൾ ധാരാളം ഹദീസുകളിൽ വന്നത് കാണാം. ഒരാൾ സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കുകയാണെങ്കിൽ സ്വർഗത്തിൽ ഒരു മരം അള്ളാഹു അവനക്ക് നട്ടുപിടിക്കുന്ന, അതിൻ്റെ പഴങ്ങൾ ഉറുമാമ്പഴത്തെക്കാളും ചെറുതും ആപ്പിളിനേക്കാളും വലുതായിരിക്കും. മാത്രമല്ല തേൻ്റെ പോലത്തെ മധുരം, നല്ല ഒരു രസമുള്ളതായിരിക്കും ആ പഴം എന്ന്. അത് ഖിയാമത്ത് നാളിൽ നോമ്പുകാരനിക്ക് ആ മരത്തിൻ്റെ പഴം കൊടുക്കുമെന്നും ഭക്ഷിപ്പിക്കുമെന്നും ഹദീസ് ഇമാം തബ്രാനി തങ്ങൾ മുഅ്ജമുൽ കബീർ 18-ാം വാല്യം 366-ാമത്തെ പേജിൽ രേഖപ്പെടുത്തതായി കാണാം. അതോടുകൂടെ വല്ലവരുത്തനും ഒരു സുന്നത്ത് നോമ്പ് അനുഷ്ഠിച്ചാൽ അള്ളാഹു താല അവനെ നരകത്തെ തൊട്ട് 40 വർഷത്തിൻ്റെ വൈദൂരം അള്ളാഹു നൽകുമെന്ന് ജമ്മുൽ ജവാമിൽ ഇമാം സുയൂത്തി റഹിമഹുല്ലാ 7-ാം വാല്യം 190-ാമത്തെ പേജിൽ രേഖപ്പെടുത്തതായി കാണാം. മാത്രമല്ല അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടി ഒരാൾ നോമ്പ് അനുഷ്ഠിക്കുകയാണ്, ഒരു ദിവസം സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കുകയാണെങ്കിൽ അള്ളാഹു താല അവൻ്റെയും നരകത്തിൻ്റെയും ഇടയിൽ ഒരു സ്പീഡ് സഞ്ചരിക്കുന്ന വാഹനക്കാരൻ, അവരുടെ വാഹനത്തിൻ്റെ 50 വർഷത്തിൻ്റെ വൈദൂരം അള്ളാഹു താല അവനക്ക് വിദൂരത നൽകുമെന്ന് കൻസുൽ ഉമ്മാൽ ഹദീസ് ഗ്രന്ഥം 8-ാം വാല്യം 255-ാമത്തെ പേജിൽ പറഞ്ഞത് കാണാം. ഇങ്ങനെ സുന്നത്ത് നോമ്പിന് ഒരുപാട് മഹത്വങ്ങളുണ്ട്. മാത്രമല്ല ഒരു ദിവസം ഒരാൾ സുന്നത്ത് നോമ്പ് അനുഷ്ഠിച്ചാൽ ഭൂമി മുഴുവനും സ്വർണം അവനക്ക് നൽകിയാലും ആ നോമ്പിൻ്റെ പ്രതിഫലം അവസാനിക്കൂല. കാരണം ഭൂമിയിലുള്ള സ്വർണം മുഴുവനാക്കി കൊടുത്തു, അവൻ്റെ ആ പ്രതിഫലം അവസാനിക്കൂല. അതിൻ്റെ പ്രതിഫലം ഖിയാമത്ത് നാളിൽ അള്ളാഹു നൽകുമെന്ന് അബൂ യഅല റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ് മുസ്നദ് അബൂ യഅല 5-ാം വാല്യം 353-ാമത്തെ പേജിൽ കാണാം. മാത്രമല്ല മജ്മുഉ സവായിദ് എന്ന് പറഞ്ഞ ഹദീസ് ഗ്രന്ഥത്തിൽ 3-ാം വാല്യം 445-ാമത്തെ പേജിൽ ഒരു ഹദീസ് കാണാം. ആരെങ്കിലും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരു ഫർദ് നോമ്പ് അനുഷ്ഠിച്ചു, എന്നാൽ നരകത്തെ തൊട്ട് അവനെയും 7 ആകാശം 7 ഭൂമികളുടെ ഇടയിൽ അത്ര വൈദൂരം അള്ളാഹു അവനെ ദൂരത്താക്കുമെന്ന. അതേ സ്ഥാനത്ത് ഒരു ദിവസം അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടി സുന്നത്ത് നോമ്പ് അനുഷ്ഠിച്ചാലോ അള്ളാഹു അവനെയും നരകത്തിൻ്റെയും ഇടയിൽ ആകാശഭൂമിൻ്റെ ഇടയിൽ വ്യത്യാസം അനുസരിച്ച് അള്ളാഹു തആല ദൂരത്താക്കുന്ന. ഫർദ് നോമ്പ് അനുഷ്ഠിച്ചാൽ 7 ആകാശങ്ങൾ 7 ഭൂമികളുടെ ഇടയിൽ, ഒരു സുന്നത്ത് നോമ്പ് അനുഷ്ഠിച്ചാലോ ആകാശത്തിൻ്റെ ഭൂമിയുടെ ഇടയില്ല അത്ര വൈദൂരം അള്ളാഹു ദൂരെയാക്കുമെന്ന് മജ്മുഉ സവാഇദ് 3-ാം വാല്യം 445-ാമത്തെ പേജിൽ കാണാം. മാത്രമല്ല ഒരാൾ ഒരു ദിവസം നോമ്പ് അനുഷ്ഠിച്ചു അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടി, എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെയും നരകത്തിൻ്റെയും ഇടയിൽ ഒരു കാക്ക, പക്ഷിയായ കാക്കയെന്ന് പറയില്ല ഇവിടെ, ആ കാക്ക തൻ്റെ കുട്ടിക്കാലം മുതൽ പറക്കാൻ തുടങ്ങി, പറന്ന് അത് വയസ്സായി. അപ്പോൾ എത്ര വൈദൂരം അത് സഞ്ചരിച്ചിട്ടുണ്ടാവും, അങ്ങനെ വയസ്സായിട്ടത് ചത്തു വീണു. ആ വൈദൂരം അനുസരിച്ച് അള്ളാഹു തആല ഇവനെയും നരകത്തിൻ്റെ ഇടയിൽ വിദൂരത്താക്കുന്ന. കാക്ക കുറേ കാലം ജീവിക്കും എന്നുള്ള പറയല്. അപ്പോൾ ആ കാക്കയുടെ കുട്ടിക്കാലം മുതൽ വയസ്സാകുന്നത് വരെ പറന്ന് അങ്ങനെ പറന്നിട്ട് അത് ചത്തു വീണുന്നത് അതുവരെയുള്ള വൈദൂരം അനുസരിച്ച് അള്ളാഹു തആല ഒരു ദിവസം സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കുന്ന ആളുടെയും നരകത്തിൻ്റെ ഇടയിൽ വിദൂരത നൽകുമെന്ന് മുസ്നദ് അബീ യഅല 1-ാം വാല്യം 383-ാമത്തെ പേജിൽ 917-ാമത്തെ ഹദീസിൽ കാണാം.
മാത്രമല്ല അബൂ ഉമാമ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ബഹുമാനപ്പെട്ട് ചോദിച്ചു, സ്വർഗം എനിക്ക് ലഭിക്കണം, അതിന് ഒരു നല്ലൊരു അമൽ പറഞ്ഞു തരണം ഹബീബേ. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾ നോമ്പിനെ മുറുകെ പിടിച്ചോളൂ, അതിനേക്കാൾ വലിയ മഹത്വമുള്ള വേറെ ഇല്ല. അബൂ ഉമാമ റളിയല്ലാഹുവിനെ സംബന്ധിച്ച് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് റാവി പറയുന്നു, വീട്ടിൽ അതിഥി വന്നാൽ മാത്രമേ അബൂ ഉമാമ റളിയല്ലാഹുവിന്റെ വീട്ടിൽ പുക കാണാറുള്ളൂ. അതായത് എല്ലാ ദിവസം നോമ്പായിരിക്കും. എല്ലാ ദിവസം ബഹുമാനപ്പെട്ടവർ പകൽ ഭക്ഷണം കഴിക്കാറില്ല, എല്ലാ ദിവസവും നോമ്പനുഷ്ഠിക്കുമായിരുന്നു. അതിഥികൾ വന്നാൽ മാത്രമേ അവിടെ പുക കാണാറുള്ളൂ എന്ന് അൽ ഹിസാൻ ബി തർത്തീബി സ്വഹീഹ് ഇബ്നു ഹിബ്ബാൻ 5-ാം വാല്യം 179-ാമത്തെ പേജിൽ കാണാം. അതുപോലെ സൂമു തസിഹു ഇമാം തബ്രാനി തങ്ങൾ റഹ്മത്തുള്ളാഹി അലൈഹി മുഅ്ജമുൽ ഔസത്തിൽ കാണാം. സൂമു തസിഹു, നിങ്ങൾ നോമ്പനുഷ്ഠിച്ച് ആരോഗ്യം ഉണ്ടാവുന്ന, നോമ്പനുഷ്ഠിച്ച് ആരോഗ്യം ഉണ്ടാകും. സൂമു തസിഹു നല്ലൊരു പ്രധാനപ്പെട്ട വാക്കാണ്. നോമ്പനുഷ്ഠിച്ച് ആരോഗ്യം ഉണ്ടാകും. എന്നാൽ ഇന്ന് നോമ്പനുഷ്ഠിക്കുമ്പോൾ പലർക്കും പല രോഗം അത് നോമ്പിൻ്റെ കാരണമല്ല, അത്തായ സമയത്തും നോമ്പ് തുറക്കുന്ന സമയത്തും നിയന്ത്രണമില്ലാത്ത ഭക്ഷണം കഴിച്ചിട്ടും അതുപോലെ ആവശ്യമില്ലാത്ത ഇസ്രാഫായ ഭക്ഷണം, എണ്ണയുടെയും മറ്റും അങ്ങനെയുള്ള ഒരുപാട് വസ്തുക്കളുടെ കാരണം കൊണ്ടാണ് പല രോഗങ്ങളും ഉണ്ടാകുന്നത്. നോമ്പ് എന്ന് പറയുന്നത് ആരോഗ്യം തന്നെയാണ് എന്ന് ഒരുപാട് ഹദീസുകളിൽ നിന്നും ചരിത്രങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മാത്രമല്ല സയൻറ്റിസ്റ്റിൻ്റെ ആളുകളടക്കം ധാരാളം അതിനെ സംബന്ധിച്ച് പറഞ്ഞത് കാണാം. അത് നമുക്ക് മറ്റൊരു പ്രാവശ്യം വിശദീകരിക്കാം. ഏതായാലും സൂമു തസിഹു ഇമാം തബ്രാനി റഹ്മത്തുള്ളാഹി അലൈഹി മുഅ്ജമുൽ ഔസത്ത് 6-ാം വാല്യം 146-ാമത്തെ പേജിൽ ഉദ്ധരിച്ച ഹദീസാണ്. അതുപോലെ മഹ്ശറ സഭയിലും നോമ്പുകാർക്ക് വല്ലാത്തൊരു രസമായിരിക്കും. ഖിയാമത്ത് നാളാകുമ്പോൾ നോമ്പുകാർ ഖബറിന്ന് പുറപ്പെടുമ്പോൾ അങ്ങനെ നോമ്പിൻ്റെ ആ വാസന, നോമ്പിൻ്റെ വായുള്ള വാസന അള്ളാഹുക്ക് വല്ലാത്ത ഇഷ്ടമുള്ള സുഗന്ധമാണ്. നമുക്ക് ചിലപ്പോൾ മോശം തോന്നുകയാണെങ്കിലും അള്ളാഹുവിനക്ക് അത് വലിയ ഇഷ്ടമായിരിക്കും. മാത്രമല്ല ഉച്ചൻ്റെ ശേഷം മിസ്വാക്ക് ചെയ്യൽ കറാഹത്ത് എന്ന് പറയാൻ കാരണം അതാണ്. കാരണം നോമ്പിൻ്റെ ആ വായുള്ള സുഗന്ധം ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഏതായാലും നോമ്പുകാരുടെ വാസന ഖിയാമത്ത് നാളിൽ ഖബറിൽ നീക്കുമ്പോൾ നോമ്പുകാരുടെ വായിലിങ്ങനെ വാസന വരും. ആ സമയത്ത് അവർക്ക് സുപ്ര വെക്കപ്പെടുന്ന, എന്നിട്ട് പറയും, നിങ്ങൾ ഭക്ഷണം കഴിച്ചോളീ, നിങ്ങൾ ദുനിയാവിൽ വിശന്നവരായിരുന്നു, ഇവിടെ ഭക്ഷണം കഴിച്ചോളീ. നിങ്ങൾ ദുനിയാവിൽ ദാഹിച്ചവരായിരുന്നു, നിങ്ങൾ ഭക്ഷണം പാനീയം കുടിച്ചോളീ എന്ന് പറയും. അവർ ഭക്ഷിക്കുന്നു, അവർ പാനീയം കുടിക്കുന്നു, ഭക്ഷണം കഴിക്കുകയും പാനീയം കുടിക്കും, എന്നിട്ട് നല്ല റാഹത്തിലുണ്ടാവും. മറ്റു ആളുകളോ നല്ല ഹിസാബിൻ്റെ വിഷയത്തിൽ വലിയ പ്രയാസത്തിലും ദാഹത്തിലായിരിക്കും. ആ സമയത്ത് നോമ്പുള്ള ആൾക്കാർക്ക് ഭക്ഷണവും പാനീയം കൊടുക്കപ്പെടുമെന്ന് ജമുൽ ജവാമി 1-ാം വാല്യം 334 2462-ാമത്തെ ഹദീസിൽ കാണാം. അതോടുകൂടെ ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിക്കൊണ്ട് മരണപ്പെട്ടാൽ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന ഹദീസിലുണ്ടല്ലോ. അതേപോലെ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടി നോമ്പനുഷ്ഠിച്ചു, എന്നിട്ട് അതേ അവസ്ഥയിൽ അവൻ്റെ ഖാത്തിമത്തായാൽ ഓൻ സ്വർഗത്തിൽ കടക്കുമെന്നും, അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടി സ്വതക്ക കൊടുക്കുമ്പോൾ ഖാത്തിമത്തായാൽ മരണപ്പെട്ടാൽ അവനക്ക് സ്വർഗത്തിൽ കടക്കാമെന്നും മുസ്നദ് ഇമാം അഹ്മദ് 9-ാം വാല്യം 90-ാമത്തെ പേജിൽ കാണാം. മാത്രമല്ല ഉമ്മു ഉമാറ ബിൻത്ത് കഅബ് റളിയല്ലാഹു അൻഹ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എൻ്റെ വീട്ടിൽ ഒരു ദിവസം വന്ന് ഞാൻ ഭക്ഷണം കൊടുത്തു, അപ്പോൾ നിങ്ങൾ ഭക്ഷിച്ചോളീ. ആ സമയത്ത് ഉമ്മു ഉമാർ റളിയല്ലാഹു അൻഹ പറഞ്ഞു, എനിക്ക് നോമ്പാണ് നബിയെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നോമ്പുള്ള ആള് മുമ്പിൽ ഭക്ഷണം കഴിക്കുമ്പോൾ, നോമ്പുള്ള ആൾ സുന്നത്തോമ്പാകുമ്പോൾ, നോമ്പുള്ള ആൾ മുമ്പിൽ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ മലക്കുകൾ ആ നോമ്പുകാരനക്ക് മഗ്ഫിറത്തിന് വേണ്ടി ദുആ ചെയ്തുകൊണ്ടേയിരിക്കുമെന്ന് ഇമാം തുർമുദി തങ്ങൾ 2-ാം വാല്യം 205-ാമത്തെ പേജിൽ പറഞ്ഞത് കാണാം. മാത്രമല്ല ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് തുർമുദിയിലും തന്നെ കാണാം. ബിലാൽ റളിയല്ലാഹു അൻഹുക്ക് നോമ്പായിരുന്നു. ബാക്കി സ്വഹാബത്ത് നോമ്പില്ലാത്ത സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണം കഴിക്കും. ബിലാൽ റളിയല്ലാഹു അൻഹുക്ക് നോമ്പാണ് പറഞ്ഞു. ആ നോമ്പുള്ള ആൾ ബിലാൽ റളിയല്ലാഹു ഉണ്ടാകുമ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹുക്ക് 2 പ്രതിഫലം ഉണ്ടാകും എന്ന് തുർമുദിയിൽ ഉദ്ധരിച്ച ഒരു ഹദീസിൽ കാണാം. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബിലാൽ എന്നവരോട് പറഞ്ഞു, ബരി ഭക്ഷണം കഴിക്കുക, സുബീൻ രാവിലത്തെ ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞു. ആ സമയത്ത് ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹിൻ്റെ റസൂലെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ നോമ്പുകാരനാണ്. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമ്മൾ നമ്മുടെ റിസ്ക് ഭക്ഷിക്കുന്നു, ബിലാലിൻ്റെ റിസ്ക് സ്വർഗത്തിൽ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്
ബിലാൽ റളിയല്ലാഹു അൻഹുവോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബിലാൽ നിങ്ങൾക്കറിയുമോ നോമ്പുകാരൻ്റെ മുമ്പ് മറ്റുള്ളവർ ഭക്ഷണം കഴിക്കുമ്പോൾ, നോമ്പുകാരൻ മുമ്പിൽ ഭക്ഷണം കഴിക്കുമ്പോൾ ആ നോമ്പുകാരുടെ എല്ലുകൾ പോലും മുള്ളുകൾ പോലും തസ്ബീഹ് ചൊല്ലുമെന്നും മലക്കുകൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുമെന്ന് ഇബ്നു മാജ റളിയല്ലാഹു അൻഹു സുനൻ ഇബ്നു മാജ 1749 ഹദീസിൽ രേഖപ്പെടുത്തതായി കാണാം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ നോമ്പുള്ള അവസ്ഥയിൽ മരണപ്പെട്ടാൽ ഖിയാമത്ത് നാൾ വരെ അവനിക്ക് നോമ്പിൻ്റെ കൂലി എഴുതപ്പെടുമെന്ന് അൽ ഫിർദൗസ് ബി മഅ്സൂറുൽ ഖിതാബ് 3-ാം വാല്യം 504 പേജ് 5557 ഹദീസിൽ ഉദ്ധരിച്ചത് കാണാം. ഏതായാലും മഹാന്മാരുടെ ജീവിതം എങ്ങനെയാണ്, മുൻഗാമികളാ മഹാന്മാർ നോമ്പിൻ്റെ കാര്യമൊക്കെ ധാരാളം ശ്രദ്ധിച്ചിരുന്നു. സുന്നത്ത് നോമ്പ് പറഞ്ഞാൽ അത്രമാത്രം ശ്രദ്ധിച്ചിരുന്നു. എന്നാൽ നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു അൻഹ ധാരാളം നോമനുഷ്ഠിച്ചിരുന്നു. സ്ത്രീകളും സഹോദരിമാർ ധാരാളം നോമനുഷ്ഠിക്കണം. പക്ഷേ അവിടെ അവർ നിയമം പാലിക്കണം. ഭർത്താവിൻ്റെ സമ്മതമില്ലാതെ, ഭർത്താവ് നാട്ടിലുണ്ടാകുമ്പോൾ ഭർത്താവിൻ്റെ സമ്മതമില്ലാതെ ഒരിക്കലും നോമനുഷ്ഠിക്കാൻ പാടില്ല. ഏതായാലും ആ മസ്അലയും കൂടി ശ്രദ്ധിക്കണം. ഏതായാലും നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു അൻഹ ധാരാളം നോമനുഷ്ഠിച്ചിരുന്നു. നമ്മൾ ചെയ്യേണ്ടത് പെരുന്നാൾ കഴിഞ്ഞ ഷവ്വാൽ 6 ദിനം തുടരെയായിട്ടോ അല്ലെങ്കിൽ ഷവ്വാൽ കഴിയുന്നതിന് മുമ്പായിട്ട് 6 ദിനം ഷവ്വാലിൻ്റെ 6 നോമ്പ് അത് വിശദമായി അദ്റാസത്തുൽ അസ്ഹരിയ ഫി സിയാമി സിത്ത മിൻ ഷവ്വാൽ, ഷവ്വാലിൻ്റെ 6 ദിനം നോമ്പിനെ സംബന്ധിച്ച് അതിൽ ധാരാളം വിശദമായി പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ മഹത്വങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഏതായാലും മറ്റു സുന്നത്ത് നോമ്പിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഹജ്ജാജ് ഇബ്നു യൂസുഫ് ഒരിക്കൽ ശക്തമായ ചൂടുള്ള കാലത്ത് ഹജ്ജിന് വേണ്ടി യാത്ര പോകുകയാണ്. ആ യാത്രയിൻ്റെ ഇടയിൽ മക്കയുടെയും അതുപോലെ മദീനയുടെയും ഇടയിൽ ഒരു സ്ഥലത്ത് ഹജ്ജാജ് ഇബ്നു യൂസുഫ് കുറച്ച് വിശ്രമിക്കാൻ ഇറങ്ങി. ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ നോക്കി. ആ സമയത്ത് തൻ്റെ കൂടെ ഉണ്ടാകുന്ന ഹാജിബ് കാവൽക്കാരനോട് പറഞ്ഞു, ഏതെങ്കിലും അതിഥികളെ വിളിച്ചു കൊണ്ടുവരണം, ഭക്ഷണം കഴിക്കാൻ ഒരു അതിഥിനെ വിളിച്ചു കൊണ്ടുവരണം. അങ്ങനെ ഈ ഹാജിബ് ടെൻറ്റിൽ നിന്ന് പുറത്തു വന്നിട്ട് നോക്കുമ്പോൾ ഒരു അയറാബിനെ കണ്ടു. അങ്ങനെ അയറാബിനെ വിളിച്ചു. ഹജ്ജാജ് വിളിക്കുന്നുണ്ട്. അങ്ങനെ അയറാബി വന്നു. ആ സമയത്ത് ഹജ്ജാജ് പറഞ്ഞു, എൻ്റെ ദഅവത്ത്, എൻ്റെ ഗമ്മത്ത് സ്വീകരിക്കണം, എൻ്റെ സദ്യനെ സ്വീകരിക്കണം, കൈ കഴുകുക, ഭക്ഷണം കഴിക്കുക. ആ സമയത്ത് അയറാബി പറഞ്ഞു, പൊരുത്തപ്പെടണം, നിങ്ങളെ ദഅവത്തിൻ്റെ മുമ്പ് ഞാൻ ഒരു കരീമിനിക്ക് ദഅവത്ത് സ്വീകരിച്ചിട്ടുണ്ട്, കരീമായ ദാത്തിൻ്റെ ദഅവത്ത് ഞാൻ സ്വീകരിച്ചിട്ടുണ്ട്. ഹജ്ജാജ് പറഞ്ഞു, അത് ആരുടെ? ആ സമയത്ത് പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു തആലാൻ്റെ, അല്ലാഹു തആല നോമ്പ് എടുക്കാൻ കൽപ്പിച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ നോമ്പ് അനുഷ്ഠിച്ചിട്ടുണ്ട്. ആ സമയത്ത് ഹജ്ജാജ് പറഞ്ഞു, ഇത്ര ശക്തമായ ചൂടുള്ള സമയത്താണ് നോമ്പ് അനുഷ്ഠിക്കൽ എന്ന് ചോദിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ആ അഅറാബിയായ മനുഷ്യൻ പറഞ്ഞ വാക്ക് നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്, ചിന്തിക്കേണ്ടതുണ്ട്. അതായത് അഅറാബി പറഞ്ഞു, ഖിയാമത്ത് നാളിലെ ചൂട് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഈ ശക്തിയായ ചൂടുള്ള സമയത്ത് നോമ്പ് അനുഷ്ഠിച്ചത് എന്ന് പറയുകയാണ്. ഹജ്ജാജ് പറഞ്ഞു, ഇന്ന് നിങ്ങൾ ഭക്ഷണം കഴിച്ചോളേ, നാളെ നോമ്പ് നോൽക്കാം എന്ന് പറഞ്ഞപ്പോൾ അഅറാബി പറയാണ്, നിങ്ങൾ ഗ്യാരണ്ടി പറയോ നാളെ വരെ ഞാൻ ജീവിച്ചിരിക്കുമെന്ന്? ഹജ്ജാജ് ഇത് കേട്ടപ്പോൾ അത്ഭുതപ്പെട്ടു. അയറാബി അപ്പം ഹജ്ജാജ് പറഞ്ഞു, അങ്ങനെയില്ല എന്ന് പറഞ്ഞപ്പോൾ അയറാബി പറഞ്ഞാൽ ഇങ്ങനെയില്ല, നോമ്പൊരിക്കൂല എന്ന് പറയുകയും എന്നിട്ട് അവിടുന്ന് വിട പറയുകയും ചെയ്തത് ഇമാം അവിടുന്ന് പോയ സംഭവം ബഹുമാനപ്പെട്ട ഇമാം യാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ റൗദുർ റയാഹീൻ 212 പേജിൽ രേഖപ്പെടുത്തുകയാണ്. ഇതാണ് നമ്മുടെ മുൻഗാമികളായ മഹത്തുക്കൾ നോമ്പിന് താല്പര്യം കാണിച്ചിരുന്നത്. അതുപോലെ സയ്യിദുനാ നാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് ഇമാം ബൈഹഖി റഹ്മത്തുള്ളാഹി അലൈഹി ശുഅബുൽ ഈമാനിൽ പറഞ്ഞത് കാണാം. ഇമാം നാഫി തങ്ങൾ പറയുന്നു, മുത്തബിയുസുൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ചില അനുയായികളോടുകൂടെ ഒരു യാത്രയിലാണ്. അങ്ങനെ വൈമധ്യത്തിൽ എത്തിയപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇതാ വിരിപ്പ് വിരിച്ചു, അതായത് സുപ്ര വിരിച്ചു. ആ സമയത്ത് ഇതാ ഒരു ആടിനെ മേക്കുന്ന മനുഷ്യൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ വന്നപ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വരൂ നമ്മൾ ഭക്ഷണം കഴിക്കാം. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, ആ ആടിനെ മേക്കുന്ന മനുഷ്യൻ എനിക്ക് നോമ്പാണ്. അബ്ദുല്ലാഹി ഇബ്നു റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇത്ര ശക്തമായ ചൂടുള്ള സമയത്താണ് നോമ്പ് നോൽക്കുന്നത്, നിങ്ങൾക്ക് ഈ പർവ്വതത്തിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ആടിനെ മേക്കാനുള്ളതല്ലേ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ ചൂടുള്ള സമയത്ത് നോമ്പ് അനുഷ്ഠിക്കണോ? ആ സമയത്ത് അദ്ദേഹം പറഞ്ഞത്, ഞാൻ ചൂടുള്ള സമയത്ത് നോമ്പ് അനുഷ്ഠിക്കുന്നത് എൻ്റെ കഴിഞ്ഞു പോയ ദിനങ്ങളുടെ അത് ദോഷങ്ങളൊക്കെ മാഫാകാനും അതിന് പകരമാകാൻ വേണ്ടി കഫാറത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇയാളെ തഖ്വ ഒന്ന് പരിശോധിക്കാൻ വേണ്ടി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വെറുതൊന്ന് പരിശോധിക്കാൻ നൽകി അദ്ദേഹത്തെ ചോദിച്ചു, നിങ്ങളുടെ അടുക്കൽ ആടുകളുണ്ടല്ലോ, ഒരു ആട് നമുക്ക് നൽകുമോ, നമുക്ക് വിൽപ്പന നടത്തുമോ, അതിൻ്റെ വിലയും
മാംസം നിങ്ങൾക്ക് നമ്മൾ തരാം, ആ മാംസം കൊണ്ട് നിങ്ങൾക്ക് ഇഫ്താറും നോമ്പ് തുറയും നിങ്ങൾക്ക് ചെയ്യാമല്ലോ. ആ സമയത്ത് ഈ ആടിനെ മേക്കുന്ന മനുഷ്യൻ പറഞ്ഞത്, ഈ ആട് എൻ്റെതല്ല, എൻ്റെ ഉടമസ്ഥൻ്റെതാണ്. മുത്തബി ഹുസൈൻ അബ്ദുല്ലാഹിബിൻ റളിയല്ലാഹു അൻഹു അയാളെ പരിശോധിക്കാൻ വേണ്ടി പറഞ്ഞു, എന്തെങ്കിലും ഉടമസ്ഥനോട് പറഞ്ഞാൽ അത് അതായത് ചെന്നായ ഭക്ഷിച്ചു എന്ന് പറഞ്ഞാൽ മതി. ആ സമയത്ത് ഈ അടിമ, അതായത് ഈ ആടിനെ മേക്കുന്ന മനുഷ്യൻ പറഞ്ഞത്, അള്ളാഹു കാണുന്നില്ലേ? ഇത് കേട്ടപ്പോൾ മുത്തബി ഹുസൈൻ അബ്ദുല്ലാഹിബിൻ റളിയല്ലാഹു അൻഹുവിന് ഇയാളെ വല്ലാത്ത സമാധാനമാവുകയും ഇയാളെ വാക്ക് വല്ലാത്ത സന്തോഷപ്പെടുകയും, എന്നിട്ട് മഹാനായ മുത്തബി ഹുസൈൻ അബ്ദുല്ലാഹിബിൻ റളിയല്ലാഹു അൻഹു മദീന മുനവ്വറയിലേക്ക് വന്നിട്ട് ആ ആട് മേക്കുന്ന ആളുടെ ഉടമസ്ഥൻ്റെ അടുക്കലേക്ക് ഇതാ ആടുകളെയും അടിമനെയും വിലക്ക് വാങ്ങുകയും എന്നിട്ട് ഈ അടിമനെ മോചിപ്പിക്കുകയും ചെയ്തു. എന്നിട്ട് ഈ ആടുകളെ മുഴുവനും അദ്ദേഹത്തിലേക്ക് സമ്മാനമായി കൊടുത്ത ചരിത്രം ഇമാം ബൈഹഖി റഹ്മത്തുള്ളാഹി അലൈഹി ശുഅബുൽ ഈമാൻ 4-ാം വാല്യം 329-ാമത്തെ പേജിൽ രേഖപ്പെടുത്തുകയാണ്. ഇങ്ങനെയായിരുന്നു നമ്മുടെ മുൻഗാമികളായ മഹാന്മാർ എത്രമാത്രം നോമ്പിനെ ശ്രദ്ധിച്ചിരുന്നു എന്ന്. ബഹുമാനപ്പെട്ട ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ സംബന്ധിച്ച്, ആയിഷ ബീവി റളിയല്ലാഹുവിൻ്റെ വഫാത്ത് മാസം കൂടിയാണല്ലോ റമദാൻ 17. അല്ലാഹു തആല ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ, മുആവിയ റളിയല്ലാഹു അൻഹ, സയ്യിദുന അമീർ മുആവിയ റളിയല്ലാഹു അൻഹു ആയിഷ ബീവി റളിയല്ലാഹു അൻഹക്ക് 1,00,000 ദിർഹം ഹദിയായിട്ട് അയച്ചു. ആ സമയത്ത് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ബൈത്തുൽ മാലിൽ നിന്ന് ആ 1,00,000 ദിർഹം ലഭിച്ച മുആവിയ റളിയല്ലാഹുവിൻ്റെ ആ ഹദിയ ലഭിച്ചപ്പോൾ ബഹുമാനപ്പെട്ട ആയിഷ ബീബി റളിയല്ലാഹു അൻഹ 1 ദിർഹം പോലും ബാക്കി വെക്കാതെ മുഴുവനും സ്വതക്ക ചെയ്യുകയാണ് ചെയ്തത്. അന്ന് ഫുള്ള് സ്വതക്ക ചെയ്തു ബഹുമാനപ്പെട്ട ആയിഷ ബീബി റളിയല്ലാഹു അൻഹ. സ്വന്തത്തിന് വേണ്ടി ഒന്നും വെച്ചിട്ടില്ല. ആ സമയത്ത് ബഹുമാനപ്പെട്ട ആയിഷ ബീവിക്ക് അന്ന് നോമ്പും കൂടിയാണ്. നോമ്പ് തുറക്കാൻ പോലും ഒന്നും വെക്കാത്തത് കൊണ്ട് സയ്യിദത്തുന ബരീറ റളിയല്ലാഹു അൻഹ ചോദിച്ചു, ഓ ആയിഷ ബീവി, എങ്ങൾക്ക് ഇന്ന് നോമ്പല്ലേ, നോമ്പ് തുറക്കാണെങ്കിലും 1 ദിർഹം വെച്ചെങ്കിൽ അതിൽ മാംസമോ മറ്റോ നമ്മൾ വാങ്ങിയിട്ട് നോമ്പ് തുറക്കാൻ ഉപയോഗിക്കുമായിരുന്നല്ലോ. ആ സമയത്ത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞത്, നിങ്ങളെന്നെ ഓർമ്മപ്പെടുത്താണ് ഞാൻ ബാക്കി വെച്ചിരുന്നു. അത്രക്കും സ്വതക്ക ചെയ്യുന്ന വിഷയത്തിൽ അത്യാഗ്രഹം കാണിക്കുന്ന, വലിയ ഒരു താല്പര്യം കാണിക്കുന്ന മഹദിയായിരുന്നു മഹാനായ സിദ്ദീഖ് അക്ബർ റളിയല്ലാഹുവിൻ്റെ മകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹബൂബത്തുമായ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ എന്ന് ഇമാം ഹാക്കിം റളിയല്ലാഹു അൻഹു ഈ ചരിത്രം അൽ മുസ്തദറക് 4-ാം വാല്യം 17-ാമത്തെ പേജ്, അതായത് 6805-ാമത്തെ ഹദീസിൽ ഈ ചരിത്രം രേഖപ്പെടുത്തിയതായി കാണാം. നമ്മുടെ മുൻഗാമികളായ മഹാന്മാരുടെ ഈ സൽക്കർമ്മങ്ങൾക്കുള്ള താല്പര്യം നമ്മൾ നോക്കേണ്ടതുണ്ട്. ഇത്രമാത്രം നമ്മൾ ചിന്തിക്കണം. ഈ മഹദി അവരുകളെല്ലാം പരിശുദ്ധ ഖുർആനിൽ പറയപ്പെട്ട മഹദികളെക്കുറിച്ച് സബുർ നിസാ എന്ന് പറയുന്ന ആയിഷ ബീബി റളിയല്ലാഹു അൻഹയും അതുപോലെ സബുർ നിസാ സ്വാരിഹാത്ത് അവരനുസരിച്ച് മറ്റു ദിറാസയിൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നഫീസ ബീബി റളിയല്ലാഹു അൻഹയുടെ ദിനമായതുകൊണ്ട് ഇത് ഇന്നത്തെ ദിറാസയിൽ നഫീസ ബീബി റളിയല്ലാഹു അൻഹ അനുസ്മരിച്ചതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നഫീസ ബീബി റളിയല്ലാഹു അൻഹയുടെ ദറജാത്ത് ഉയർത്തുമാറാകട്ടെ. റാബിയ ബസ്രിയ അതുപോലെ നഫീസത്തുൽ മിസ്രിയ ഇന്ന് നമ്മുടെ സഹോദരിമാർക്ക് റോഡ് മോഡലാകണം എല്ലാ വിഷയത്തിലും. റാബിയത്തുൽ അദവിയ റളിയല്ലാഹു അൻഹ എല്ലാ ദിവസവും 1000 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്ന മഹദിയാണ്. ചോദിച്ചപ്പോൾ മാ ഉരീദു സവാബ, ഞാൻ കൂലി ഉദ്ദേശിക്കുന്നില്ല, പിന്നെന്താ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെ കണ്ടിട്ട് സന്തോഷിക്കുമല്ലോ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റു നബിമാരോട് പറയുമല്ലോ, എന്നിട്ട് സന്തോഷിക്കും, എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ഒരു പെണ്ണിതാ ഒരു ദിവസത്തിൽ 1000 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞ് സന്തോഷിക്കുമല്ലോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സന്തോഷമുണ്ടാക്കാൻ വേണ്ടിയാണ് ഞാൻ 1000 റക്അത്ത് നിസ്കരിക്കുന്നതെന്ന് അൽ മുസ്തദറഫ് ഫീ കുല്ലി ഫന്നി മുസ്തദറഫ് അതുപോലെ മറ്റു ഗ്രന്ഥങ്ങളിലൊക്കെ മഹാന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. അപ്പോൾ അത്രമാത്രം നമ്മുടെ മുൻഗാമികൾ ശ്രദ്ധിച്ചിരുന്നു. നമ്മൾ ചെയ്യേണ്ടത് ആ റൂട്ടിലേക്ക് മടങ്ങേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ പൊരുത്തം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊരുത്തമാണ് നമുക്ക് ഏറ്റവും വലിയത്. വല്ലാഹു റസൂലുഹു അഹഖു അൻ യുർദൂഹു. അതുപോലെ കുല്ലു ഖൈറിൻ ഫിത്തിബാഇ മൻ സലഫ് വകുല്ലു ശർറിൻ ബിബ്തിദാഇ മൻ ഖലഫ്. നമ്മൾ പ്രത്യേകിച്ചും ചിന്തിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മെഹബൂബിങ്ങളായ മഹാന്മാർ, മുൻഗാമികളായ മഹാന്മാർ, ആ മഹാന്മാരോട് നാം പിൻപറ്റേണ്ടതുണ്ട്. ആ മഹാന്മാരെ പിൻപറ്റി ജീവിക്കുമ്പോൾ നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും വലിയ വിജയമായിരിക്കും. ആ മഹാന്മാരോട് പിൻപറ്റി നമ്മൾ ജീവിക്കണമെന്ന് ഈ സന്ദർഭത്തിൽ ഒന്നും കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അതോടുകൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്ത്, താബിഇങ്ങളായി വന്ന അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ആ സത്യപ്രസ്ഥാനത്തിൽ നാം എപ്പോഴും
ഉറച്ചു നിൽക്കേണ്ടതുണ്ട്. മാത്രമല്ല നഫീസത്തുൽ മിസ്ലിയ റളിയല്ലാഹു അൻഹാനെ സംബന്ധിച്ച് പറയുമ്പോൾ മറ്റൊരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് ചില സ്ഥലങ്ങളിൽ സ്ത്രീകൾ കള്ളത്തൊരീക്കത്തിൽ കൂടിക്കൊണ്ട് കള്ളത്തൊരീക്കത്തിൻ്റെ കള്ളശൈഖന്മാരിൽ നിന്ന് ഖിലാഫത്ത് ലഭിച്ചിട്ടുണ്ട്, ഇജാസത്ത് ലഭിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവർക്ക് ഇജാസത്ത് മാത്രമല്ല ബൈഅത്തും ചെയ്യുന്ന ഒരു സമ്പ്രദായം ചില സ്ഥലത്തൊക്കെ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത് എത്രമാത്രം നാശമാണെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു ഷെയ്ഖിനുണ്ടാകേണ്ട കണ്ടീഷനുകളിൽ പ്രത്യേകിച്ചും 5 കാര്യങ്ങളാണ് മഹാന്മാർ രേഖപ്പെടുത്തിയത്. ഷെയ്ഖ് പുരുഷനാകണമെന്നും സുന്നി സ്വഹീഹുൽ അഖീദ ശരിക്കുള്ള സുന്നിയാകണമെന്നും അതോടുകൂടെ ഷജറ മുത്തസിലാകണമെന്നും ഇൽമുള്ള ആളാകണമെന്നും അതുപോലെ പരസ്യമായി തെറ്റ് ചെയ്യുന്ന ഫാസിഖും തമ്മാടിയും ആകാതിരിക്കണമെന്നും ഇങ്ങനെയുള്ള കണ്ടീഷനുകൾ പറയുകയാണ്. അതിൽ ഒന്നാമത്തെ കണ്ടീഷൻ പുരുഷനാകണമെന്നാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹിക്മത്തുൽ ബാലിഗ ഹിക്മത്തുൽ കാമിലയാണ് ഇമാമത്തിനും ബൈഅത്തിനും ഖിലാഫത്തിനും അത് പുരുഷന്മാരെ തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ട് ഷെയ്ഖും മുർഷിദ് ആകുക എന്ന് പറയുന്നതും അതും തന്നെ നാം ചിന്തിക്കേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട ഷെയ്ഖ് മുർഷിദാകുക എന്ന് പറയുന്നത് പുരുഷന്മാരുടെ പ്രത്യേകതയാണ്. അതുകൊണ്ടാണ് നമ്മൾ പ്രത്യേകിച്ചും മനസ്സിലാക്കേണ്ടത് സ്ത്രീകൾക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ വേറെ അല്ലാഹു സുബ്ഹാനഹു തആല കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ അല്ലാഹു തആല കൊടുത്തിട്ടുണ്ട്. അതേ സ്ഥാനത്ത് അവൾക്ക് അധികാരം എന്ന് പറയുന്നത് ഹുക്കൂമത്ത് അത് അല്ലാഹു തആല സ്ത്രീകൾക്ക് കൊടുത്തിട്ടില്ല, അത് പുരുഷന്മാർക്ക് അല്ലാഹു തആല നൽകിയതാണ്. അതുകൊണ്ട് സ്ത്രീകൾക്ക് തന്നെ ബൈഅത്ത് ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അത് ഒരിക്കലും ബൈഅത്ത് ചെയ്യുകയോ ആ ബൈഅത്ത് ചെയ്യിപ്പിക്കുകയോ ചെയ്യുന്നത് ശരിയല്ല എന്ന് പ്രത്യേകിച്ചും നാം മനസ്സിലാക്കണം. പരിശുദ്ധ ഖുർആൻ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ റളിയല്ലാഹു തആല അൻഹുന്ന ആ മഹദി അവരുകളെ കുറിച്ച് പറഞ്ഞത് യാ നിസാ അൻ നബിയ്യ ലസ്തുന്ന കഅഹദിൻ മിനൻ നിസാഇ ഇൻ തഖൈതുന്ന സൂറത്തുൽ അഹ്സാബ് 32-ാമത്തെ ആയത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരായ ഉമ്മഹാത്തുൽ മുഅ്മിനീനെ കുറിച്ച് ലോകത്തുള്ള ഒരു പെണ്ണുങ്ങളെ പോലെയും അല്ല, തഖ്വയും ഉള്ള തഖ്വക്കെ നിങ്ങൾ പാലിക്കുമ്പോൾ ഒരു ലോകത്തുള്ള ഒരു സ്ത്രീകളെ പോലെ അല്ല എന്നാ പറഞ്ഞത്. ഇവിടെ നാം പ്രത്യേകിച്ചും മനസ്സിലാക്കണം, ഉമ്മഹാത്തുൽ മുഅ്മിനീന്റെ ഒരുപാട് സ്ഥാനങ്ങൾ പരിശുദ്ധ ഖുർആനിൽ ധാരാളം പറഞ്ഞത് കാണാം. എല്ലാ സ്ത്രീകളെക്കാളും മഹത്വമുള്ളതാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മഹാത്തുൽ മുഅ്മിനീന്റെ കൂട്ടത്തിൽ ഒരു ഭാര്യയോടും ബൈഅത്ത് വാങ്ങാൻ സമ്മതം കൊടുത്തിട്ടില്ല. അതുമാത്രമല്ല ഉമ്മഹാത്തുൽ മുഅ്മിനീനിൽ നിന്ന് ഒരു സൗജത്തിൽ നബി സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ ഭാര്യയിൽ നിന്നും ഒരു പെണ്ണും തന്നെ ബൈഅത്ത് ചെയ്തിട്ടില്ല. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹയോട് തന്നെ പറഞ്ഞത് യാ ഫാത്തിമ അമാ തർദീന അൻ തകൂനി സയ്യിദത്ത നിസാഇ ഹാദിഹിൽ ഉമ്മ, അതായത് ഓ ഫാത്തിമ നീ തൃപ്തിപ്പെടുന്നില്ലേ ഈ ഉമ്മത്തിലെ എല്ലാ സ്ത്രീകൾക്ക് നേതാവാണ് സയ്യിദത്താണ് നിങ്ങൾ എന്ന് പറഞ്ഞത് ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു സ്വഹീഹ് മുസ്ലിമിൽ പറയാണ്. മാത്രമല്ല ഇമാം ഇബ്നു ഷൈബ് റഹ്മത്തുള്ളാഹി അവിടുത്തെ മുസന്നഫിൽ പറയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു ഇന്ന ഫാത്തിമത്ത സയ്യിദത്തു നിസാഇ അഹ്ലിൽ ജന്ന, ഫാത്തിമ ബീവി സ്വർഗീയ സ്ത്രീകളുടെ സയ്യിദത്താണ്, നേതൃത്വമുള്ളവളാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകളായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഇന്നമാ യുരീദുല്ലാഹു ലിയുദ്ഹിബ അൻകുമുർ റിജ്സ അഹ്ലൽ ബൈത്തി വയുതഹിറകും തത്വഹീറ സൂറത്തുൽ അഹ്സാബ് 33. ഇത്രയെല്ലാം മഹത്വങ്ങൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാക്ക് അല്ലാഹു നൽകിയിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം ഉണ്ടായിരിക്കെ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ആരിൽ നിന്നും ബൈഅത്ത് എടുത്തിട്ടില്ല. സ്ത്രീകളിൽ നിന്ന് ഒരിക്കലും ബൈഅത്ത് സ്വീകരിച്ചിട്ടില്ല. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് സമ്മതം കൊടുത്തിട്ടുമില്ല. അപ്പോൾ എത്രമാത്രം മഹത്വമുള്ളവർ അവർ ഇത്രമാത്രം ചെയ്തിട്ടുണ്ട്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമാക്കി പറഞ്ഞു ലൻ യുഫ്ലിഹ ഖൗമുൻ വല്ലൗ അംറഹും ഇംറഅതൻ, അതായത് തൻ്റെ കാര്യങ്ങൾ എല്ലാം സ്ത്രീകളിലേക്ക് ഏൽപ്പിക്കുന്നവർ അവർ ആ ജനത ഒരിക്കലും വിജയിക്കുകയില്ല എന്ന് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസിൽ കാണാം. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ചില സ്ഥലങ്ങളിൽ ഒരു സ്ത്രീ മറ്റു സ്ത്രീകൾക്ക് ബൈഅത്ത് കൊടുക്കുന്നുണ്ട് എന്ന് കേൾക്കുമ്പോൾ അത്ഭുതകരമാണ്. ഇതെല്ലാം ഒരുപാട് നാശത്തിലേക്കാണ് സമുദായത്തെ വലിച്ചു കൊണ്ടുപോകുന്നത്. സ്ത്രീകളുടെ ഫിത്നയെ രക്ഷപ്പെടണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 1450 വർഷങ്ങൾക്ക് മുമ്പ് പറയുമ്പോൾ ഇന്ന് സ്ത്രീകളുടെ ഫിത്നകളെ കൊണ്ട് ഒരുപാട് തോന്യാസങ്ങളും എല്ലാം മൊബൈൽ മുഖേനയും അതുപോലെ സീരിയൽ മുഖേനയും സിനിമ മുഖേനയും അതുപോലെ
ലോകത്തിൻ്റെ നാനാഭാഗത്തും ഇന്ന് യാത്രയുടെ അവസ്ഥകളും മറ്റും എല്ലാം നോക്കുമ്പോൾ സ്ത്രീകളുടെ ഫിത്നകൾ കൂടിക്കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഇങ്ങനെ ഒരു ഫിത്നം കൂടി ഇതാ തുടക്കം കുറിക്കുകയാണ്. അല്ലാഹു തആല എല്ലാ ഫിത്നകളും തൊട്ട് ഉമ്മത്തിനെ അല്ലാഹു തആല രക്ഷപ്പെടുത്തട്ടെ. സർവ്വ മുഅ്മിനീങ്ങളെയും മുഅ്മിനാത്തുകൾക്കും അല്ലാഹു തആല ഇഫ്ഫത്തും സ്വലാഹ് നഫീസ ബീവി റളിയല്ലാഹു അൻഹയുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ഏവരും നഫീസ ബീവി റളിയല്ലാഹുവിനെ തവസ്സുലാക്കുകയും മുൻഗാമികളായ മഹാന്മാരൊക്കെ നഫീസ ബീവി റളിയല്ലാഹു അനുസ്മരിക്കുകയും മാത്രമല്ല നമ്മുടെ മലബാറിലെയും പരിസരത്തെ ചരിത്രം കുട്ടികൾക്കും മറ്റും നഫീസ ബീവി റളിയല്ലാഹുവിൻ്റെ മാലയും അവിടുത്തെ മൗലൂദും അതുപോലെ മഹത്തുക്കള മൗലൂദും അവിടുത്തെ മാലകളുമെല്ലാം ഓതി നാവുകളെല്ലാം അതുപോലെ മനസ്സുകളെല്ലാം ശുദ്ധിയാക്കുന്ന പ്രകാശിപ്പിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ മുൻഗാമികളായ ആളുകൾക്കുണ്ടായിരുന്നു. അതിലേക്ക് നമ്മൾ തിരിച്ചു വരേണ്ടതുണ്ട്. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ദുആ ചെയ്യണമെന്ന വസിയത്തോടുകൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.